കഥ തുടരുന്നു. ആ പെണ്ണുമ്പിള്ള കുറേ നാടകം കളിക്കും, കരയുകയും പിഴുകുകയൊക്കെ ചെയ്യും. അതൊന്നും കണ്ട് നീ കൂസരുത്. മുഖത്തോട്ട് നോക്കാതെ ഒരു നിൽപ്പങ്ങ് നിന്നോണം, മനസ്സിലായോ? കോടതിയിലേക്ക് കയറുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി വക്കീൽ ഓർമ്മിപ്പിച്ചു. അന്ന് എനിക്ക് പ്രായം 11. നാടകം കുട്ടിക്കാലത്ത് ഞാൻ നിത്യവും കേട്ടുകൊണ്ടിരുന്ന വാക്കായിരുന്നു അത്. അച്ഛൻ നാടകം കളിക്കുകയാണെന്ന് അമ്മ. അമ്മയുടെ നാടകം കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് അച്ഛൻ. അതെ, കോട്ടാക്കുറിഞ്ഞിയിലെ വീട്ടിൽ എല്ലാം നാടകമായിരുന്നു. ഒരു വശം വയലും മറുവശം കുന്നിൻ ചെരുവുമായ അവിടുത്തെ ഭൂപ്രകൃതി പോലും നാടകത്തിന് സെറ്റിട്ട മട്ടിലായിരുന്നു. മുകളിൽ നിന്ന് ഡാ പോലെ വളഞ്ഞ് വയലിനപ്പുറത്തെ ഇടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നീർച്ചാലിൽ മഴക്കാലത്ത് പൊടിമീനുകൾ മാത്രമല്ല, നീർക്കോലികളും മതിച്ചു. ഓർക്കപ്പുറത്ത് പെയ്യുന്ന മഴയും പറക്കൊട്ടുന്ന ഇടിമുഴക്കവുമൊക്കെയായി കാലവസ്ഥയുമുണ്ടായിരുന്നു നാടകത്തിൻ്റെ പശ്ചാത്തല ശബ്ദഭംഗി. മുറിച്ചുവെച്ച ഹൽവാത്തുണ്ട് പോലെയുള്ള ആ ഭൂമി ഫോറസ്റ്റ് അപ്പൂപ്പനിൽ നിന്ന് അമ്മ നാടകം കളിച്ച് സ്വന്തമാക്കിയതാണെന്ന് അച്ഛൻ പറയുമായിരുന്നു. പഴയകാലത്ത് കാട്ടിലും നാട്ടിലും രാജാവായി ജീവിച്ച ഫോറസ്റ്റ് അപ്പൂപ്പൻ തോന്നിയിടത്തൊക്കെ ഭൂമി വാങ്ങിച്ചു കൂട്ടിയിരുന്നു. വായുവിൽ ഒരു വട്ടം വരച്ച് അതിങ്ങ് വെട്ടിയെടുത്തോ എന്ന് കൽപ്പിച്ചാൽ അതിരുക്കോരി കാട് വളച്ചെടുക്കാൻ അനുയായികൾ സദാ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും വിറപ്പിച്ചു നിർത്താനും തോന്നുമ്പോൾ തോന്നുന്നത് പറയാനും ഇഷ്ടമില്ലാത്തവരുടെ മുഖമടച്ച് പൊട്ടിക്കാനും ഒന്നും അപ്പൂപ്പന് മടിയില്ലായിരുന്നു. ചുറ്റുമുള്ള ലോകം അപ്പാടെ അമിത വിധേയത്വം കാട്ടി ഓച്ചാനിച്ച് നിന്നെങ്കിലും അപ്പൂപ്പൻ സർവീസിൽ നിന്ന് വിരമിച്ചതിൻ്റെ പിറ്റേന്ന് ലോകത്തിൻ്റെ മുഖം പാടെ മാറി. രാത്രി വീടിന് നേരെ കല്ലേറ്, പറമ്പിൽ കാട്ടുമൃഗങ്ങളുടെ ചീഞ്ഞളിഞ്ഞ ഉടൽ, കിണറ്റുപടിയിൽ തല്ലിച്ചതച്ച പാമ്പ്. ആ സമയത്ത് ജനാലയിൽ വീഴുന്ന ഏറുപടക്കം, ഇരട്ടക്കുഴൽ തോക്കുമെടുത്ത് വീടിന് ചുറ്റും ഉറക്കമില്ലാതെ ചുറ്റി നടന്ന് അപ്പൂപ്പൻ വശം കെട്ടു. അരക്ഷിതത്വത്തിൽ നിന്ന് രക്ഷ നേടാൻ മദ്യമായി കൂട്ട്. വീടിനു പിന്നിലെ റബ്ബർ തോട്ടത്തിന് നടുക്കുള്ള പുകപ്പുരയിൽ എപ്പോഴും ശർക്കരപ്പാനിയുടെ മണം തിങ്ങി. പറമ്പിൽ കുഴിച്ചിട്ട കോട ചിലപ്പോൾ പതഞ്ഞു പൊങ്ങി ഉറുമ്പുകൾക്ക് സദ്യയൊരുക്കി. വീര്യം കുടിച്ച് ലക്കുകെട്ട വലിയ ഉറുമ്പുകൾ നിരത്തെറ്റിച്ച് തോന്നിയെടുത്തുകൂടി സഞ്ചരിക്കുകയും ഒട്ടും പേടിയില്ലാതെ മനുഷ്യരുടെ ഉടലിൽ കടിച്ചു തൂങ്ങുകയും ചെയ്തു. വീടിന് നേരെ ഏറുപടക്കമെറിയുന്നത് ചാരായം മാറ്റാൻ ഉറ്റ സഹായിയായി കൂടെയുണ്ടായിരുന്ന ചാക്ക ഗോപാലനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഒരു രാത്രി അപ്പൂപ്പൻ അയാളെ അകത്താക്കി. പുകപ്പൊരു കൂട്ടി തീയിട്ടു. പകുതി വെന്ത ഉടലുമായി പുറത്തു ചാടിയ ഗോപാലൻ മരിക്കുന്നതിന് മുൻപ് നീ വെന്ത് നീറിച്ചാവും എന്ന് അപ്പൂപ്പനെ ശപിച്ചു. അതോടെ അപ്പൂപ്പനെ സദാസമയവും ഒളിച്ചൂടായി. എത്ര കുടിച്ചാലും തീരാത്ത പരവേശം. പുഴയിൽ മണിക്കൂറുകളോളം മുങ്ങിക്കിടന്ന ശേഷം കരയിലേക്ക് കയറുന്നതിന് മുൻപ് തീയെരിയുന്ന ഉടൽ. ഒടുവിൽ ഒരു കുപ്പി വാറ്റുചാരായത്തിൻ്റെ ബലത്തിൽ തോട്ടത്തിൻ്റെ വടക്കേ അതിരിലെ പ്ലാവിൻ്റെ കൊമ്പിൽ ഉടുമുണ്ട് ഉരിഞ്ഞുപോയ അപ്പൂപ്പൻ്റെ ഉടൽ ഒരു അശ്ലീല ചിഹ്നം പോലെ തൂങ്ങിയാടി. മരിക്കുന്നതിന് മുൻപേ വെട്ടിപ്പിടിച്ച വസ്തുവകളൊന്നൊന്നായി അപ്പൂപ്പൻ വിറ്റുതുളച്ചിരുന്നു. ചിലതൊക്കെ തിരിച്ചെടുക്കാനാവാതെ കാട് തന്നെ വിഴുങ്ങി. വളച്ചെടുത്ത ഭൂമിക്കൊന്നിന് കൃത്യമായ രേഖകളില്ലാത്തതിനാൽ അനന്തമായി നീണ്ട കേസും വഴക്കും ഒടുവിൽ ഭൂമുഖത്തെ ചാരായ കുപ്പിയിൽ ഒടുങ്ങി. അപ്പൂപ്പനെ കുടിപ്പിച്ച് ബോധം കെടുത്തി അമ്മ നേടിയെടുത്തതാണ് കോട്ടാക്കുറിഞ്ഞിയിലെ ഭൂമി എന്നാരോപിച്ച് മൂത്ത ചേച്ചിയും അമ്മാവനും ആയുഷ്കാലം മുഴുവൻ ശത്രുക്കളായി. പക്ഷേ അമ്മ ഒട്ടും കൂസിയില്ല. അമ്മ പ്രത്യേക ജനുസായിരുന്നു. ആഗ്രഹിക്കുന്ന നേരത്ത് കണ്ണിലൂടെ നീർച്ചാൽ ഒഴുക്കാനും ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോൾ മുഖം ചമപ്പിക്കാനും ദേഷ്യം വന്നാൽ ചാവേർ ബോംബായി പൊട്ടിത്തെറിക്കാനും കോട്ടാക്കുറിഞ്ഞിയിലെ ശേഖരൻ നായരുടെ മകൾ സൗദാമിനിക്ക് വല്ലാത്ത മിടുക്കായിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടാലും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഭർതൃപദവിയുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലാതെ പൂമുഖത്തെ കസേരയിൽ വാരികയിലെ പദപ്രശ്നം പൂരിപ്പിച്ച് KPB എന്ന ചുരുക്കപ്പേരിൽ സ്വയം അടയാളപ്പെടുത്താൻ ഇഷ്ടപ്പെട്ട KP ഭാസ്കരൻ മാഷ് ശാന്തനായി ഇരിപ്പുണ്ടാവും. അതിനുപാട്ട് സ്കൂളിലെ കണക്കുമാഷായിരുന്ന അച്ഛൻ കുട്ടികൾക്ക് സംഖ്യകളെ കഥാപാത്രങ്ങളാക്കി കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. 1ഉം 0ഉം കൂടി കാശിക്ക് പോയ കഥ, ഗുണനവും ഹരണവും കൂടി ഓട്ടപ്പന്തയം നടത്തിയ കഥ, അങ്ങനെ എല്ലാ കഥകളുടെയും ഒടുവിലൊരു സമവാക്യമായിരുന്നു ഗുണപാഠം. ഇങ്ങനെ കഥ പറഞ്ഞ് കണക്ക് പഠിപ്പിക്കുന്ന ഒരു മാഷ് ലോകത്ത് വേറെ കാണില്ല. മറ്റ് അധ്യാപകർ പ്രശംസിക്കുമ്പോൾ അച്ഛൻ 32 അക്കങ്ങളെയും പല്ലുകളിൽ തെളിച്ചു കാട്ടിച്ചിരിക്കും. ഗണിതം കഴിഞ്ഞാൽ അച്ഛനിഷ്ടം പദപ്രശ്നമായിരുന്നു. മലയാളവും പ്രിയപ്പെട്ട വിഷയമായതിനാലാണോ അതോ ഗണിതത്തിലെ പോലെ തന്നെ പദപ്രശ്നത്തിനും ഒളിച്ചിരിക്കുന്ന സമസ്യയോടുള്ള താല്പര്യമാണോ അച്ഛനെ അതിലേക്ക് അടുപ്പിച്ചതെന്നറിയില്ല. ആദ്യകാലത്ത് ചെസ് കളിയിൽ ഭ്രാന്തായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ശാന്തതയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് എല്ലാവരും പറയും. പുരയ്ക്ക് തീ പിടിക്കുമ്പോഴോ മുണ്ട് കുടഞ്ഞെടുത്ത് മുടി ചീകി പുറത്തിറങ്ങുന്ന താരം. വെളിവുകെട്ട ശാന്തതയായിരുന്നു അത്. തണുപ്പൻ, ചൂടില്ലാത്തവൻ, ആണത്തമില്ലാത്തവൻ എന്നിങ്ങനെ ജീവിതകാലം മുഴുവൻ പലതരം പേരുകൾ എനിക്ക് ചാർത്തി കിട്ടാൻ വഴിയൊരുക്കിയത് അച്ഛൻ്റെ ജീനിൽ നിന്ന് പകർന്നു കിട്ടിയ ശാന്തതയുടെ തന്മാത്രകളായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ വഴക്കും തല്ലുമില്ലാത്തൊരു ദിവസം എൻ്റെ വീട്ടിലില്ല. അമ്മയുടെ എല്ലാ അമ്പുകളും അച്ഛന് നേരെയാണ്. ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, പരിഹാസങ്ങൾ. അമ്മയുടെ ആവനാഴിയിൽ പലതരം അമ്പുകളുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും മറുപടി അച്ഛന് പദപ്രശ്നമായിരുന്നു.
അമ്മയുടെ നാവ് അനന്തൻ്റെ നാവാണെന്ന് പരിഹസിച്ച് അച്ഛൻ എല്ലാ അമ്പുകളെയും അവഗണിച്ചു. അവഗണന അമ്മയുടെ കോപം ഇരട്ടിപ്പിച്ചു. അച്ഛനെതിരെ അനന്തൻ തീത്തുപ്പുമ്പോൾ ഖഗവും പതംഗവുമില്ലാതെ പക്ഷിക്കൊരു പര്യായമെന്നേതെന്ന് ആലോചിച്ചു തലപ്പുകയ്ക്കാവൂ അച്ഛൻ. അടുക്കളയിൽ നിന്ന് പൂമുഖത്തേക്ക് അനന്തൻ ഇഴഞ്ഞെത്തുമ്പോൾ സൈകട്ടാൽ അച്ഛൻ കുപ്പായം എടുത്തിടും. വെളുത്ത കുപ്പായത്തിൻ്റെ കൈകൾ സാവധാനം മടക്കി മുട്ടിന് കൃത്യം താഴെ എത്തിക്കും. ഒരു വെള്ളത്തൂവാല കോണോട് കോൺ മടക്കി അതിൽ കുട്ടിക്കൂറ പൗഡർ കുടഞ്ഞ് കുപ്പായ കോളറിനുള്ളിൽ സ്ഥാപിക്കും. ചുമരിൽ നിന്ന് കാലം കുടയെടുക്കും. പിന്നെ ഒറ്റപ്പോക്കാണ്. ചിലപ്പോൾ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ ആയിരിക്കും മടക്കം. എന്തിരവളുടെ അടുത്ത് പോയേക്കുവാണ്, എനിക്കറിയാം, അമ്മ പിറുപിറുക്കും. എന്തിരവൾ എന്ന വാക്കിൻ്റെ പൊരുൾ അന്ന് എനിക്ക് തിരിഞ്ഞു കിട്ടിയിരുന്നില്ല. ഒരു ദിവസം അനന്തൻ്റെ ചീറ്റൽ പതിവിലും ഉച്ചത്തിലായി. അടുക്കള പാത്രങ്ങൾ വായുവിലൂടെ പറന്നു. തീന്മേശയിലെ ചില്ലുപാത്രങ്ങൾ നിലത്ത് വീണുടഞ്ഞു. ടീപ്പോയ്ക്ക് താഴെ അടുക്കി വെച്ചിരുന്ന പദപ്രശ്നത്താളുകൾ മുറ്റത്തേക്ക് തെറിച്ചു. മോർണിംഗ് വന്നേ. വിഷ് കൈനീരം തരാൻ വിളിക്കുന്നത്ര സ്നേഹവായ്പോടെ അച്ഛൻ എന്നെ വിളിച്ചു. ഇത് പൂരിപ്പിക്കാനൊക്കുമോ എന്ന് നോക്ക്, കുട്ടികൾക്കുള്ളതാ. ഒരു പദപ്രശ്നത്താൽ മുന്നിലേക്ക് നീക്കിവെച്ച് അച്ഛൻ തലയിൽ തലോടി. പിന്നെ പതിയെ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. പൂമുഖത്തെ വാതിലടഞ്ഞു. അകത്ത് അമ്മയുടെ ശബ്ദം കരുത്തുള്ളുന്ന കടൽ പോലെ ഉയരുകയും താഴുകയും ഒടുവിൽ മർമ്മരമായി ഒടുങ്ങുകയും ചെയ്തപ്പോൾ വെള്ളക്കുപ്പായം അണിഞ്ഞ അച്ഛൻ ഒരു പെട്ടിയുമായി പുറത്തേക്കിറങ്ങി. കരിമ്പുക തുപ്പി സ്കൂട്ടർ നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പദപ്രശ്നം തിരിച്ചു കൊടുത്തില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. ഓടിയിറങ്ങിയെങ്കിലും അച്ഛൻ കാണാതെ ദൂരത്തെത്തിയിരുന്നു. ഞാൻ കണ്ടതാ കേശുവിൻ്റെ അമ്മേ, ദേ ഇത്രയും മുടിയുള്ള ഒരുത്തിയ അവർ. കൊഞ്ചലും കളിയുമൊക്കെ ഒന്ന് കാണേണ്ടതാ. ചാരവൃത്തി കൊട്ടേഷൻ എടുത്ത ഗൗരി പണിക്കത്തി അടുക്കളത്തിണ്ണയിലിരുന്ന് പഴങ്കഞ്ഞി പാത്രത്തിൽ ഉപ്പുമാങ്ങ ഞരടി. നാണം കെട്ട മനുഷ്യൻ. കണ്ണും കലായും കാണിച്ച് എന്തരവൾ വളച്ചെടുത്തതാ. എനിക്കറിയാം, ചോര കുടിക്കുന്ന യക്ഷിയാണ്. തിരിച്ചറിയുമ്പോൾ മടങ്ങിപ്പോന്നോളും. അമ്മ പല്ല് കടിച്ചു. ഞാൻ പറയുന്നത് കേശുവിൻ്റെ അമ്മ ഒരു ചൂലുകെട്ടുമെടുത്ത് നേരെ അവളുടെ അടുത്തോട്ട് കയറി ചെല്ലണമെന്നാ. പുറം വഴി ഒന്നങ്ങ് കൊടുത്തേക്കണം. പിന്നല്ല, ഒന്നുമില്ലേൽ അങ്ങൊരു മാഷല്ലേ. മിക്കവാറും ഞാനത് ചെയ്യും. പുതിയ കാവിലമ്മയാണേ സത്യം. പ്രഖ്യാപനത്തിന് കരുത്ത് നൽകാൻ അമ്മ വിരലുകളിൽ ഞൊട്ടയിട്ടു. ഇത്തിരി തൈരോ മോരോ വല്ലോ ഉണ്ടെങ്കിൽ തന്നാട്ടെ കേശുവിൻ്റെ അമ്മേ. 2 കാന്താരിമുളകും കൂടി. ഗൗരി പണിക്കത്തി പഴഞ്ഞ പാത്രം കയ്യിലെടുത്ത് വട്ടം ചുറ്റി ശബ്ദത്തോടെ ഒരു മുത്തുമൊത്തി. സംഭാഷണം കുശുക്കിലേക്ക് മാറിയപ്പോൾ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ വടക്കേ മുറ്റത്തെ പേരമര ചില്ലയിലേക്ക് ഇരിപ്പിടം മാറ്റി. പടിഞ്ഞാറേ കവലയിലെ മുസ്ലിം പള്ളിക്കപ്പുറത്തെ എവിടെയോ ഒരു വീട്ടിൽ അച്ഛൻ എന്തിരകളുമായി താമസമാണെന്ന രഹസ്യവിവരം കിട്ടിയതോടെ എനിക്ക് അവിടേക്ക് പോകാൻ തിടുക്കമായി. വീട്ടിൽ നിന്ന് 4 മൈൽ ദൂരമുണ്ടെങ്കിലും മാമലക്കുന്ന് കയറി പുഴക്കരയിലൂടെ വച്ചു പിടിച്ചാൽ പകുതിയായി കുറയും. ഞായറാഴ്ചയുടെ ഉച്ചമയക്കത്തിൻ്റെ ആലസ്യം മുതലാക്കി ഞാൻ അടുത്ത ദിവസം തന്നെ അവിടേക്ക് കുതിച്ചു. പള്ളിക്കിപ്പുറം എൻ്റെ ക്ലാസ്സിലെ ജംഷീദിൻ്റെ വീടുണ്ട്. പണ്ട് വിശ്ചിക പിറപ്പിന് അമ്പലത്തിൽ മരോട്ടി വിളക്ക് കൊളുത്താൻ മരോട്ടിക്ക പറിക്കാൻ പലതവണ അവിടെ പോയിട്ടുണ്ട്. ജംഷീർ തന്നെയാണ് വീട്ടിലേക്കുള്ള കുറുക്കുവഴി എന്നെ പഠിപ്പിച്ചതും. അവൻ്റെ വീട്ടിൽ നിന്ന് പുഴക്കരയിലൂടെ ഒരു നേർവര വരച്ചാൽ സ്കൂളും എൻ്റെ വീടുമെല്ലാം അതിൽ വരുമെന്ന് അവൻ വിശദീകരിച്ചു. ജംഷീർ കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് അവൻ്റെ വീടിന് മുന്നിലൂടെ പോയത്. മരം ചാടിക്കുരങ്ങനാണ് അവൻ. കാൽ നിലത്തുറക്കില്ല. സ്കൂളിൽ വന്നാലും ഇടവേളകളിൽ മതിലിൻ്റെ മുകളിലോ മൈതാനത്തിനിപ്പുറത്തോ പറങ്കിമാവിൻ്റെ കൊമ്പിലോ ആയിരിക്കും ഇരിപ്പ്. നിറയെ പഴമരങ്ങളുള്ള വീടിൻ്റെ തൊടിയിൽ മരച്ചില്ലയിൽ നിന്ന് മരച്ചില്ലയിലേക്ക് സഞ്ചരിച്ചാണ് ഈ ശീലമുണ്ടായതെന്ന് അവൻ പറയും. വീട്ടിലായിരിക്കുമ്പോൾ ചാമ്പമരച്ചില്ലയിലോ പേരമരച്ചില്ലയിലോ ഇരുന്നാണത്രേ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ വീടിന് മുന്നിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും മരത്തിന് മുകളിൽ നിന്ന് ജംഷീർ മുമ്പിലേക്ക് ചാടി വീഴാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ ഭാഗ്യത്തിന് ഞാൻ ആ വഴി അപകടമില്ലാതെ പിന്നിട്ടു. ഗൗരി പണിക്കത്തിയുടെ വാക്കുകളിൽ നിന്ന് തെളിച്ചെടുത്തതനുസരിച്ച് മുറ്റം നിറയെ ജമന്തിപ്പൂക്കൾ നിറഞ്ഞ വീടാണ് എന്തിരവളുടേത്. വീട്ടുവഴിയിലൂടെ പോകുവാൻ തന്നെ പൂമണം വന്ന് വിളിക്കുമത്രേ. വെട്ടുകല്ലെടുക്കിയ മതിലിന് മുകളിൽ നിന്ന് വഴിയിലേക്ക് ഒളിക്കണ്ണെറിയുന്ന പവിഴമല്ലിയാണ് മറ്റൊരടയാളം. പള്ളി കഴിഞ്ഞുള്ള കലിങ്ങിനരികിൽ വെച്ച് വഴി 2ആയി പിരിഞ്ഞു. ജമന്തിപ്പൂമണവും പവിഴമല്ലിക്കുടയും തേടി ഏറെ ദൂരം പിന്നിട്ടിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ ഞാൻ നിരാശ പൊതിക്കെട്ടി മടങ്ങി. അടുത്ത ആഴ്ച കലിങ്ങിനരികിൽ തിരിയുന്ന മറ്റേ വഴിയായിരുന്നു സഞ്ചാരം. ആ വഴിയും പാഴത്തൊടുങ്ങിയപ്പോൾ ചങ്കു തകർന്നു. മടങ്ങുമ്പോഴാണ് പള്ളിക്കവലിൽ വെച്ച് എതിരെ അച്ഛനെ കണ്ടത്. സ്കൂട്ടർ ഇരുമ്പി നിന്നു. എവിടെ പോയി? പദപ്രശ്നത്തിൽ ഒട്ടും പരിചയമില്ലാത്തൊരു വാക്കിൻ്റെ തുണ്ടിൽ ചെന്ന് പെട്ടതുപോലെ അച്ഛൻ്റെ കണ്ണുകൾ വിടർന്നു. ഞാൻ മിണ്ടിയില്ല. അമ്മ അറിഞ്ഞിട്ടാണോ പോകുന്നത്? ഇല്ലെന്ന് ചുമൽ വെട്ടിച്ചു. അച്ഛൻ എൻ്റെ കൈപിടിച്ച് വണ്ടിയിലിരുത്തി. ആദ്യ ദിനം ഞാൻ നടന്ന അതേ വഴിയിലൂടെയായിരുന്നു സഞ്ചാരം. പക്ഷേ ഇടയ്ക്കൊരിടത്ത് വലത്തേക്ക് തിരിഞ്ഞു. കുളക്കടവ് പിന്നിട്ട് കുളപ്പനകളും പാണലും അതിലിട്ട തീണ്ടിന് ഓരം പറ്റി കുറച്ചുകൂടി വിശാലമായൊരു വഴിയിലേക്ക് കടന്ന നിമിഷം ജമന്തിപ്പൂ നിറമുള്ള വെയിലും മണമുള്ള കാറ്റും വന്നെന്നെ തൊട്ടു. വാ, കയറി വാ.
പവിഴമല്ലി ചോട്ടിൽ വീണ് കിടന്ന പൂക്കൾ പെറുക്കുന്നതിനിടെ സ്കൂട്ടർ ഒതുക്കി. അച്ഛൻ എൻ്റെ കൈ പിടിച്ചു. ഇരുവശവും ഏപ്രിൽ ലില്ലികൾ നിരയുറപ്പിച്ചു നട്ടുപിടിപ്പിച്ച വഴിയിലൂടെ പച്ചപ്പാവാടയും ബ്ലൗസും അണിഞ്ഞ് മുടി ഇരുവശത്തേക്ക് പിഞ്ഞി കിട്ടിയ ഒരു പെൺകുട്ടി ഓടി വന്നു. എന്നെ കണ്ട് അതേ വേഗത്തിൽ അവൾ തിരിച്ചുപോയി. ഇളനീല സാരിയും കറുത്ത ബ്ലൗസും അണിഞ്ഞൊരു സ്ത്രീയുടെ കൈ പിടിച്ച് അവൾ പിന്നെയും മുറ്റത്തേക്ക് വന്നു. നിന്റെ അനിയത്തിയാ, ചെല്ല്. പിന്നിലേക്ക് ഒതുക്കിയ എന്നെ അച്ഛൻ മുന്നിലേക്ക് വലിച്ചു നിർത്തി. ഇയാളെ എവിടുന്ന് കിട്ടി? എൻ്റെ കൈപ്പിടിച്ച് അരികിലേക്ക് വലിച്ചടുപ്പിക്കുമ്പോൾ ആ സ്ത്രീയുടെ ഉടലിനും ജമന്തിപ്പൂ മണമാണെന്ന് തോന്നി. ചെറിയമ്മ, അച്ഛൻ പരിചയപ്പെടുത്തി. സുചിത്ര ചെറിയമ്മ. അവർ മനോഹരമായ ചിരിയോടെ അത് പൂരിപ്പിച്ചു. ചെമന്ന തണ്ടും വെളുത്ത ഇതളുകളുമുള്ള പഴുമല്ലിപ്പൂവിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ചോര ചെഞ്ചുണ്ടിൽ നിന്ന് പുറത്തേക്കെത്തിയ ആ ചിരി വെണ്ണം. പടിഞ്ഞാറെ മുറ്റത്തിൻ്റെ അതിരിലെ തലയറ്റ നേന്ത്രവാഴകൾ വെയിലിൽ വെളുത്തു കുഴഞ്ഞു നീട്ടിക്കിടന്നു. വാടിയ കുടകൾ മടക്കി ചാനത്തണ്ടുകൾ നിലത്ത് തലചേർത്തു. നീട്ടിപ്പിടിച്ച വെട്ടുകത്തിയുമായി അമ്മ മുറ്റത്തുകൂടി തെക്കും വടക്കും ഓടി. കേശുവിൻ്റെ അമ്മയെ ഒന്നടങ്ങ്, കരക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും? ഗൗരിപ്പണിക്കത്തി തോർത്ത് ചുമലിൽ വലിച്ചിട്ട് അമ്മയ്ക്ക് പിന്നാലെ ഓടി. ഉണങ്ങിത്തൂങ്ങിയ അവരുടെ മുലകൾ റൗക്കയിൽ നിന്ന് പുറത്തേക്ക് തലനീട്ടി. പ്രസാദഭരിതമായ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കി. കൊല്ലും, രണ്ടിനെയും കൊന്ന് ഞാനും ജയിലിൽ പോകും. വാഴിക്കില്ല ഞാൻ. അമ്മ വാക്കത്തി കൊണ്ട് പേരമരച്ചിലയിൽ ഒരു കൊത്തു കൊത്തിയത് പാഴായി. ആ ദേഷ്യം കൂടി തൊട്ടപ്പുറത്തെ ചെമ്പകമരത്തോട് തീർത്ത് അമ്മ വീണ്ടും അടുക്കള മുറ്റത്തേക്ക് ഓടി. അതിനിടയിൽ പണിക്കത്തി സമർത്ഥമായി വാക്കത്തി പിടിച്ചു വാങ്ങി. ഉത്തരത്തിൻ്റെ വിടവിൽ തിരികെ. എല്ലാത്തിനും ഒരു സമാധാനമല്ലേ കേശവൻ്റെ അമ്മേ, ഒന്നടങ്ങ്. അവർ അമ്മയ്ക്കരികിൽ ആട്ടുകല്ലിൻ്റെ ചോട്ടിലിരുന്നു. എന്തോന്ന് സമാധാനം? കണ്ടില്ലേ ആ എന്തിരവൾ എൻ്റെ കൊച്ചിനെയും പാട്ടിലാക്കാൻ നോക്കുന്നേ? അത് പറഞ്ഞപ്പോഴാണ് കിഴക്കേ തിണ്ണയിൽ കാഴ്ചക്കാരനായി നിന്ന എന്നെ അമ്മ ഓർത്തത്. ആ നിമിഷം തന്നെ എനിക്ക് നേരെ കുരച്ചു ചാടി. കണ്ടറം നിരങ്ങി നടക്കുന്നതിന് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. കണ്ടില്ലേ പണിക്കെത്തി? നട്ടുച്ചയ്ക്ക് വീട്ടിൽ കുത്തിയിരുന്നു 4 അക്ഷരം പഠിക്കേണ്ട ചെക്കൻ 4 മൈൽ ഓടി ചെന്നിരിക്കുന്നു. ഇത് കൈവിഷമല്ലാതെ പിന്നെ എന്തോന്നാ? കൂടോത്രക്കാരി അവൾ. അതാ കെട്ടിയാൻ പണ്ടേ ചത്തേ. അത് പറയാനുണ്ടോ? ഗൗരി പണിക്കെത്തി പിന്താങ്ങി. മടിക്കുത്തിൽ നിന്നെടുത്ത മുറുക്കാൻ പൊതിയഴിക്കുന്ന തിരക്കിലായിരുന്നു അവർ. സുചിത്ര ചെറിയമ്മയെ കാണാൻ പോയത് എങ്ങനെ അമ്മ എറിഞ്ഞു എന്ന ചിന്തയിലായിരുന്നു ഞാൻ. ജമന്തിപ്പൂക്കളും പവിഴമല്ലിയും മാത്രം അറിഞ്ഞ രഹസ്യമാണ്. ആരോതിക്കൊടുത്തു അമ്മയുടെ കാതിൽ. കഥയുടെ മർമ്മം പറഞ്ഞത് പിന്നീടാണ്. നേരത്തെ ഗൗരി പണിക്കത്തിയോട് പ്രഖ്യാപിച്ചതുപോലെ അമ്മ ഒരു ദിവസം എന്തിരവളുടെ അടുത്തേക്ക് കൊടുങ്കാറ്റ് പോലെ കയറി ചെന്നത്രേ. അവിടെ സംഭവിച്ചതെന്തെന്ന് വ്യക്തമല്ല. അമ്മ അത് ഗൗരി പണിക്കത്തിയോട് പോലും വെളിപ്പെടുത്തിയിട്ടില്ല. ചൂലും കെട്ടും ആയിട്ടായിരിക്കുമോ അമ്മ പോയത്? ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നോ? നിസ്സംഗനായി പദപ്രശ്നം പൂരിപ്പിച്ചിരിക്കുകയായിരുന്നോ? അതോ പൊട്ടിത്തെറിച്ചിരിക്കുമോ? ഒന്നും അറിയില്ല. കഥ നിർണായകമായ വഴിത്തിരിവിലെത്തിയെന്ന് മനസ്സിലായത് ഏതാനും ദിവസം കഴിഞ്ഞ്. അപ്പോൾ കുളിച്ച് വന്നതുപോലെ വിയർപ്പിൽ മുങ്ങി ഹരിഹരൻ വക്കീൽ വീട്ടിൽ കയറി വന്നപ്പോഴാണ്. അച്ഛൻ വിവാഹമോചനത്തിന് നോട്ടീസ് നൽകിയതറിഞ്ഞുള്ള വരവാണ്. വിവാഹമെന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ള കരാറാണ് സൗദാമിനിയമ്മേ. ഒരാൾ മാത്രം വിചാരിച്ചാൽ അതിൽ നിന്ന് പിന്മാറാനാവില്ല. സൗദാമിനിയമ്മ കൂടി സമ്മതിക്കാതെ വിവാഹമോചനം നടക്കില്ല. എന്തു വേണമെന്ന് ആലോചിച്ച് പറയുക, അതുപോലെ ചെയ്യാം. പറയുന്നത് സാമൂഹ്യ പാഠത്തിലെ വിരസമായ ഏതോ അധ്യായത്തെപ്പറ്റിയാണെന്ന ഭാവത്തിൽ നിസ്സംഗതയോടെ വക്കീൽ പറഞ്ഞു. അമ്മ കൊണ്ടുവച്ച നേന്ത്രക്കായ ഉപ്പേരിയിലായിരുന്നു അയാൾക്ക് താല്പര്യം. ആരും കാണാതെ ഒരു പിടി കുപ്പായത്തിനുള്ളിൽ തിരുകാനും മടിച്ചില്ല. ആലോചിക്കാനൊന്നുമില്ല വക്കീലെ. എന്നെ അങ്ങേർക്ക് വേണ്ടെങ്കിൽ എനിക്ക് അങ്ങേരെ വേണ്ട, അത്ര തന്നെ. ഒടുപ്പിടിന്നൊരു തീരുമാനമെടുക്കണ്ട, മക്കളുടെ ഭാവി കൂടി നോക്കണം. നേന്ത്രക്കായ ചിറയ്ക്കുന്നതിനിടയിൽ വക്കീൽ ഓർമ്മപ്പെടുത്തി. 10ഉം പലതുമൊന്നുമില്ലല്ലോ, ഒന്നേയുള്ളൂ. അതിൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അമ്മ വിരലിനൊടിച്ചതോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് ഞാൻ ഉറപ്പിച്ചു. അവസാനത്തെ പിരീഡ് ഡ്രില്ലായതിനാൽ മൈതാനത്ത് ജംഷീറിനോടൊപ്പം ഓടി കളിക്കുമ്പോഴാണ് പൊടിപ്പറത്തിയ അച്ഛൻ്റെ സ്കൂട്ടറും പിന്നാലെ കുട്ടികളും പടയും വന്നത്. പുസ്തകം എടുത്തുകൊണ്ട് വാ, വണ്ടിയിൽ നിന്നിറങ്ങാതെ അച്ഛൻ കൽപ്പിച്ചു. ശമ്പളം കിട്ടുന്നതിന് പിറ്റേന്ന് ടൗണിലെ ഇംപാല ഹോട്ടലിൽ നിന്ന് പുട്ടും മുട്ടക്കറിയും വാങ്ങിത്തരാനല്ലാതെ അച്ഛൻ എന്നെ ഒപ്പം കൂട്ടാറില്ല. അതുകൊണ്ട് തന്നെ മാസപ്പകുതിയിലെ ഈ ക്ഷണം എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. മുസ്ലിം പള്ളി കടന്നപ്പോൾ യാത്ര സുചിത്ര ചെറിയമ്മയുടെ അടുത്തേക്കാണെന്ന് എനിക്ക് ഉറപ്പായി. വാട്ടിയ വാഴയിലയിൽ പരത്തിച്ചുട്ട ഓട്ടടയും നിറയെ പാലൊഴിച്ച കാപ്പിയുമായി ചെറിയമ്മയും തൊടിയിൽ നിന്ന് പെറുക്കി സൂക്ഷിച്ച കുന്നിക്കുരും മണികളുമായി ചെറിയമ്മയുടെ മകൾ മായക്കുട്ടിയും എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. വിരൽത്തുമ്പിലെ ശർക്കര മധുരത്തിനൊപ്പം പറ്റിയ കരിഞ്ഞ വാഴയില നുള്ളുകൾ ശ്രദ്ധയോടെ അടർത്തി മാറ്റുന്നതിനിടെ അച്ഛനെ മുറിച്ച മുറിയാണോ ഞാനെന്ന് ചെറിയമ്മ പുഞ്ഞാരിച്ചു. മോനെ അമ്മയെയാണോ അച്ഛനെയാണോ ഇഷ്ടം? ഒരു ഓട്ടട കൂടി പാത്രത്തിൽ വെച്ച് ചെറിയമ്മ ചോദിച്ചു. അച്ഛനെ ഉത്തരം പറയാൻ ആലോചിക്കേണ്ടി വന്നില്ല. അമ്മയാണോ ചെറിയമ്മയാണോ ഇഷ്ടം? ആ ചോദ്യം എന്നെ കുഴക്കി. പോട്ടെ, വീട്ടിലാണോ ഇവിടെയാണോ ഇഷ്ടം? ഇവിടെ ആകുമ്പോൾ കളിക്കാൻ മായക്കുട്ടിയുമുണ്ട്, തൊടിയിൽ ഊഞ്ഞാലുമുണ്ട്. ചെറിയമ്മ മികവുകളുടെ വിരൽ മടക്കി. മഞ്ചാടിയും കുന്നിക്കുരുവുമുണ്ട്, മായക്കുട്ടി പൂരിപ്പിച്ചു. ഇവിടെ ഇഷ്ടം, ഞാൻ പറഞ്ഞു. കേട്ടില്ലേ, പിന്നെന്താ? ചെറിയമ്മ അച്ഛനെ നോക്കി. അച്ഛൻ്റെ ശ്രദ്ധ പടിക്കൽ മുക്കറയിട്ട് നിൽക്കുന്ന ബുള്ളറ്റിലായിരുന്നു. ആളെത്തിയോ? തടിച്ച ഉടലും കൈപ്പത്തി വരെ അഴിച്ചിട്ട
ഇരട്ടവര കുപ്പായവുമായി ഒരാൾ പന്ത് പോലെ അകത്തേക്ക് ഉരുണ്ടു വന്നു. ദേ നിൽക്കുന്നു. അച്ഛൻ എന്നെ ചൂണ്ടി. മോർണിംഗ് വന്നേ, പറയട്ടെ. അയാൾ മാടി വിളിച്ചു. ഞാൻ മടിച്ചു ചെന്നു. ചെല്ല്, വക്കീലങ്കിളിന് മോനോട് എന്താ പറയാനുണ്ട്? അങ്കിൾ പറയുന്നത് പോലെ ചെയ്യണം. വീട്ടിലും വന്നൊരു വക്കീൽ, ഞാൻ പറഞ്ഞു. കണ്ടോ, പിള്ള മനസ്സിൽ കള്ളമില്ല. വക്കീൽ കൺകോണിലൂടെ അച്ഛനെ നോക്കി. അത് വേറെ വക്കീൽ. അയാൾ പറയുന്നതൊന്നും മോൻ കേൾക്കണ്ട, ചെറിയമ്മ എൻ്റെ കാതിൽ പറഞ്ഞു. തലകുലുക്കി ഞാൻ വക്കീലിന് പിന്നാലെ വീടിൻ്റെ അങ്ങേ കോണിലേക്ക് ചെന്നു. അയാൾ എന്നെ എടുത്തുയർത്തി തിണ്ണയുടെ പൊക്കത്തിരുത്തി. കേശവേന്ദ്രൻ വലിയ കുട്ടിയാണല്ലോ, അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ഇല്ലേ? അയാൾ കുപ്പായ കോളറിൽ തൊട്ടപ്പോൾ പെർഫ്യൂം മണത്തിൽ എൻ്റെ മൂക്ക് വിടർന്നു. അച്ഛനും അമ്മയും ഇനി 2 വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. അത് മോന് മനസ്സിലായല്ലോ? ഇപ്പോഴും 2 വീട്ടിലാണല്ലോ? അതെ, ഇനി അച്ഛൻ അങ്ങോട്ട് വരത്തേയില്ല. പക്ഷേ മോനെ അച്ഛന് വലിയ ഇഷ്ടമാണ്. ചെറിയമ്മയ്ക്കും കുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പോൾ മോനും ഇവരുടെ കൂടെ നിൽക്കണ്ടേ? വേണം. ഇതൊക്കെ തീരുമാനിക്കുന്നത് കോടതിയിലിരിക്കുന്ന വേറൊരു അങ്കിളാണ്. ആ അങ്കിൾ ചോദിക്കും, അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ എന്ന്. അപ്പോൾ മോൻ എന്ത് പറയും? അച്ഛൻ്റെ കൂടെ പോകണമെന്ന്. മിടുക്കൻ. ആ പെണ്ണുപിള്ള കുറേ നാടകം കളിക്കും, കരയുകയും പിഴയുമൊക്കെ ചെയ്യും. അതൊന്നും കണ്ട് നീ കൂസരുത്. മുഖത്തോട്ട് നോക്കാതെ ഒരു നിൽപ്പങ്ങ് നിന്നോണം, മനസ്സിലായോ? കഥ അവസാനിപ്പിച്ച് വിക്രമാദിത്യ രാജാവിനരികിൽ വേതാളം എന്ന പോലെ ചോദ്യക്കുരുക്കുമായി ഞാൻ വിശ്വപ്രകാശിന് നേരെ തിരിഞ്ഞു. എൻ്റെ ജീവിതം കൃത്യമായി വഴിതിരിയുന്ന ആദ്യത്തെ ഘട്ടം അതായിരുന്നില്ലേ? വേണമെങ്കിൽ ഇവിടം മുതൽ ജീവിതം പുനരാവിഷ്കരിക്കാം. പക്ഷേ അച്ഛനാണോ അമ്മയാണോ ചെറിയമ്മയാണോ ശരിക്കും എന്നെ സ്നേഹിച്ചത്? അതാരാണെന്നറിഞ്ഞാലേ എനിക്ക് കൃത്യമായൊരു തീരുമാനമെടുക്കാനാവൂ. ഉത്തരത്തിന് താമസമുണ്ടായില്ല. ചെറിയമ്മ ഇന്നലെ മാത്രം പരിചയപ്പെട്ട ഒരാളാണ്. കാര്യമില്ലാതെ പെട്ടെന്ന് ഇത്രയും സ്നേഹം കാണിക്കില്ല. അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് വീട് വിട്ടതാണ്. വേണ്ടി വന്നാൽ മകനെ ഉപേക്ഷിക്കാനും മടി കാണില്ല. എന്നാൽ അമ്മ, അച്ഛൻ പോയാലും മകൻ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി വക്കീലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ്. ഏതു നിലയ്ക്കും സൗദാമിനിയമ്മയുടെ സ്നേഹം തന്നെയാണ് യഥാർത്ഥ സ്നേഹം. വിശ്വപ്രകാശ് പറഞ്ഞു തീർന്നതും ഞാൻ മുരിക്കുമരത്തിൽ തൂങ്ങിയ വേതാളമായി വീണ്ടും കസേരയിൽ വന്ന് കാലുമാട്ടിയിരുന്നു. സംഖ്യകളും മനുഷ്യരും ഒരുപോലെയാണ്. സംഖ്യകളുടെ സ്ഥാനമറിഞ്ഞാൽ ഗണിതം എളുപ്പമായി. മനുഷ്യർ അവനവൻ്റെ സ്ഥാനം മനസ്സിലാക്കിയാൽ ജീവിതവും സുഖകരമാകും. കോടതി നിർദ്ദേശപ്രകാരം 15 ദിവസത്തേക്ക് എൻ്റെ സംരക്ഷണ ചുമതല സ്വന്തമാക്കിയ ദിവസം വൈകുന്നേരം അച്ഛൻ ഉപദേശിച്ചു. ഓരോ മാസവും ആദ്യ പകുതി അമ്മയുടെ കൂടെയും 2ാം പകുതി അച്ഛൻ്റെ കൂടെയും ഞാൻ നിൽക്കണമെന്നായിരുന്നു വിവാഹമോചനം അനുവദിച്ച കോടതിയുടെ വ്യവസ്ഥ. അതുപ്രകാരം ആദ്യം അമ്മയുടെ കൂടെയാണ് പോകേണ്ടിയിരുന്നെങ്കിലും കോടതി പിരിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ സ്കൂട്ടറിന് പിന്നിൽ കയറിയിരുന്നു. കണ്ണീരിൻ്റെ ചില്ലിൽ കൂടി അത് കണ്ടിട്ടും എന്നെ ബലമായി ഇറക്കാൻ ശ്രമിച്ച ഹരിഹരൻ വക്കീലിനെ അമ്മ തടഞ്ഞു. അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കോടതി വളപ്പിൽ നിന്ന് സ്കൂട്ടർ അകന്നു പോകുന്നത് പുളിമരച്ചോട്ടിൽ അമ്മ കണ്ണി വയ്ക്കാതെ നോക്കി നിന്നു. കോടതി വളപ്പിന് അരപ്പട്ട കെട്ടിയ വലിയ കരിങ്കൽ മതിൽ കാഴ്ച മറിച്ചപ്പോൾ ഞാനും ദീർഘനിശ്വാസം വഹിച്ചു. അച്ഛനോടൊപ്പമുള്ള താമസം രസകരമായിരുന്നു. അമ്മയെപ്പോലെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒച്ച വയ്ക്കുന്ന പ്രകൃതമായിരുന്നില്ല ചെറിയമ്മയുടേത്. കൈനിറയെ കുപ്പിവളകളും നെറ്റിയിൽ നീളം ചാന്തുപൊട്ടുമായി അണിഞ്ഞൊരുങ്ങിയ അവർ അച്ഛനെ സദാ മുട്ടിയുരുമി നടക്കാൻ ഇഷ്ടപ്പെട്ടു. അച്ഛൻ വീട്ടിലുള്ളപ്പോഴെല്ലാം അടഞ്ഞുകിടന്ന കിടപ്പുമുറിയിൽ നിന്ന് കുപ്പിവളക്കിലുക്കങ്ങളും അടക്കിപ്പിടിച്ച ചിരികളും നെടുവീർപ്പുകളും സീൽക്കാരങ്ങളും ലജ്ജയില്ലാതെ പുറത്തേക്ക് തെറിച്ചു. മായക്കുട്ടിക്ക് എൻ്റെ കൂട്ട് വലിയ ആശ്വാസമായി. അവൾ എൻ്റെ കൈയും പിടിച്ച് തൊടിയിലൂടെ തലങ്ങും വിലങ്ങും നടന്നു. എന്നെ കാണിക്കാൻ അവൾക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ടായിരുന്നു. കുപ്പിയിൽ അടച്ച മിന്നാമിനുങ്ങ്, പടിഞ്ഞാറേ മുറ്റത്ത് പാകി കിളിർക്കുന്ന പുളിങ്കുരു, വടക്കേ തൊടിയിൽ വീണടിഞ്ഞു കിടന്ന വാഴപ്പിണ്ടിയുടെ പോളയത്തുമ്പോൾ ചിതറിയോടുന്ന പല വർണ്ണ പ്രാണികൾ. ഒട്ടും മടുപ്പില്ലാതെ കാഴ്ചകളിൽ നിന്ന് കാഴ്ചകളിലേക്ക് അവൾ എൻ്റെ കൈപ്പിടിച്ചോടി. ചെറിയമ്മയ്ക്ക് തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു. അച്ഛനില്ലാത്ത നേരത്ത് അവർ അതിന് പിന്നിലായിരിക്കും. പല വർണ്ണ തുണികൾ ചേർത്ത് മായക്കുട്ടിക്ക് പെറ്റിക്കോട്ടുകൾ തുന്നുന്ന കൂട്ടത്തിൽ എനിക്കും ഉടുപ്പുകൾ സമ്മാനിക്കാൻ അവർ മറന്നില്ല. കുപ്പായ കോളറും കീശയുടെ അടപ്പും വേറെ നിറമുള്ള തുണി കൊണ്ട് തുന്നിയെടുത്ത അത്തരം ഉടുപ്പുകൾ സ്കൂളിൽ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയമ്മയുടെ മുഖത്ത് എന്നും പൗർണമിയായിരുന്നു. ചിരിക്കുന്ന മുഖത്തോടെയല്ലാതെ അവരെ കാണാൻ കഴിയില്ല. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ അമ്മയെ ഓർക്കും. ജലാംശം അപ്പാടെ പറ്റിയ വേനലിലെ പാളം പോലെ ചിരി നഷ്ടപ്പെട്ട അമ്മയുടെ മുഖം, ദേഷ്യവും നിരാശയും പാടക്കെട്ടിയ കണ്ണുകൾ, പരാതികൾക്കും ശാസനകൾക്കും നിലവിളികൾക്കും മാത്രമായി തുറക്കുന്ന ചുണ്ടുകൾ. ഹോ, കരിയും ചെളിയും പിടിച്ച വസ്ത്രത്തിലല്ലാതെ അമ്മയെ കണ്ടിട്ടില്ല. ചെറിയമ്മയെ പോലെ ചിരിക്കാൻ എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് കഴിയാത്തത്? വൃത്തിയായി നടക്കാൻ, ഉടുപ്പുകൾ തുന്നാൻ, ഓട്ടടയുണ്ടാക്കി തരാൻ. അച്ഛൻ്റെ കൂടെ പോന്ന ശേഷം ഒരു തവണ അമ്മ എന്നെ തേടി സ്കൂളിൽ വന്നു. ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി. ഒപ്പം വരാന്തയിലിരുന്നു. ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്ന കിണ്ണത്തപ്പം മുറിച്ചു തന്നു. കണ്ണീരുണങ്ങാത്ത കണ്ണുകളോടെ എന്നെ തന്നെ നോക്കിയിരുന്നു. അച്ഛന് സുഖമാണോ? ക്ലാസ്സിലേക്ക് മടക്കി അയക്കുമ്പോഴാണ് ചോദിച്ചത്. അതേയെന്ന് ഞാൻ തലകുലുക്കി. സുചിത്രയ്ക്ക് മോനെ കാര്യമാണോ? അമ്മ ഇവിടെ വന്ന് അച്ഛനോട് പറയണ്ട കേട്ടോ. അമ്മ കണ്ണു തുറച്ചു. ഇത്രയും സൗമ്യമായി അമ്മ സംസാരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. കൂട്ടിക്കൊണ്ടു പോകാനാണോ അമ്മ വന്നത്? ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുൻപേ കല്യാണി ടീച്ചർ എന്നെ മാറ്റി നിർത്തി ചോദിച്ചു. അല്ലെന്ന് ഞാൻ ചുമൽ വെട്ടിച്ചു. കേശു എന്താ അമ്മയുടെ കൂടെ പോകാത്തത്? അമ്മയ്ക്ക് വിഷമമാവില്ലേ? ഞാൻ മിണ്ടിയില്ല. ഞാനിങ്ങനെ ചോദിച്ചെന്ന് അച്ഛനോട് ചെന്ന് പറഞ്ഞേക്കല്ലേ?
കല്യാൺ ടീച്ചർ കൈ തൊഴുതു പിടിച്ചു. ലോകത്തെ എല്ലാവർക്കും രഹസ്യങ്ങളാണല്ലോ എന്ന് ഞാൻ ഓർത്തു. എനിക്കുമുണ്ടായിരുന്നു മായക്കുട്ടിയോട് പോലും പറയാത്ത ഒരു രഹസ്യം. എനിക്കും സുചിത്ര ചെറിയമ്മയ്ക്കും മാത്രമേ അറിയാവുന്ന രഹസ്യം. കുളിമുറിയുടെ 4 ചുമരിലൊതുങ്ങുന്നതായിരുന്നു അത്. രാവിലെ കാപ്പിയും പലഹാരവും കഴിക്കുന്നതിന് മുൻപ് കുളിക്കണം എന്നത് ചെറിയമ്മയുടെ വീട്ടിൽ നിർബന്ധമായിരുന്നു. മടിച്ചിരുന്നാൽ ചെറിയമ്മ അറിയാതെ പിന്നിലൂടെ വന്ന് തലയിൽ വെള്ളം കോരി ഒഴിക്കും. അത് പേടിച്ച് ഞാനും മായക്കുട്ടിയെ ആദ്യം കുളിക്കാൻ മത്സരിച്ചു. ഒറ്റയ്ക്ക് കുളിച്ചാൽ കയ്യെത്താത്തിടത്തൊന്നും സോപ്പ് ചെല്ലില്ലെന്ന് പറഞ്ഞ് ചെറിയമ്മ തന്നെയാണ് മായക്കുട്ടിയെ കുളിപ്പിക്കുന്നത്. ആദ്യ ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുളി. ചെറിയമ്മ വാതിലിൽ തട്ടിയിട്ടും തുറന്നില്ല. ദേ നോക്കിയേ, പുറമൊന്നും നനഞ്ഞിട്ട് കൂടിയില്ല. കുളിമുറിയിൽ നിന്നിറങ്ങി വരുന്ന എന്നെ വലിച്ചടുപ്പിച്ച് ചെറിയമ്മ തല തോർത്തി തന്നു. നാളെ മുതൽ ഞാൻ കുളിപ്പിക്കാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. പോടാ, വലിയ ആളായെന്ന വിചാരം. കവിൾ വീർപ്പിച്ച് കാണിക്കുന്നതൊപ്പം ചെറിയമ്മ ഞാൻ ഉടുത്തിരുന്ന തോർത്തും വലിച്ചു പറിച്ചു. അയ്യേ, കൂയ് കൂയ്. മായക്കുട്ടി അപ്പുറത്തു നിന്ന് മൂക്കിൽ കൈവച്ച് തുള്ളിയാർത്തു. ഞാൻ ഓടി തൂണിന് മറിഞ്ഞു. എന്തൊക്കെയായി കാണിക്കുന്നേ? അച്ഛൻ ചെറിയമ്മയോട് പരിഭവിച്ചു. മുട്ടയൊന്ന് വിരിയുന്നതിന് മുൻപ് ചെക്കന് നാണം. അവൻ്റെ നാണമൊന്ന് പോട്ടെ. ചെറിയമ്മ ഒറ്റക്കണ്ണടച്ച് ചിരിച്ചു. എടാ ചക്കരേ, ഉടുപ്പും നിക്കറും വേണേൽ തനിയെ ചെന്ന് അലമാരയിൽ നിന്ന് എടുത്തോണം. മായേ, നീ സഹായിക്കല്ലേ? ചെറിയമ്മ നയം പ്രഖ്യാപിച്ചു. ഞാൻ എവിടെ നിന്ന് ഒരുങ്ങി. നാണമല്ല, കരച്ചിലാണ് വന്നത്. മായക്കുട്ടി അരികിലേക്ക് വന്നപ്പോഴെല്ലാം അലറി വിളിച്ച് ഞാൻ അവളെ ഓടിച്ചു. ഇടയ്ക്കിടെ ചെറിയമ്മ എന്നെ കൺകോണിലൂടെ പാളി നോക്കി. സ്കൂളിൽ പോകണ്ടേ? പോയി കുപ്പായം വിട്. ചെറിയമ്മ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ അനങ്ങിയില്ല. ഒടുവിൽ ചെറിയമ്മ വസ്ത്രങ്ങളുമായി വന്നു. എവിടുന്നാടാ ഈ നാണം വരുന്നേ? ഈ ചുങ്ങാമണിന്നാണോ? കുപ്പായം തോളിലേക്കിട്ട് തന്നതിനൊപ്പം ചെറിയമ്മ എൻ്റെ കാതിൽ ചോദിച്ചു. ഞാൻ ലജ്ജ കൊണ്ട് പൂത്തുലഞ്ഞു. പിറ്റേന്ന് ഞാൻ കുളിമുറിയിൽ കയറിയപ്പോൾ വാതിൽ തള്ളി തുറന്ന് ചെറിയമ്മയും ഒപ്പം കയറി. ഞാൻ കുളിപ്പിച്ചു തരാം, തുണി മാറ്റ്. മടിച്ചു നിന്ന് എന്നെ ചെറിയമ്മ ഇക്കിളിയിട്ടു. എല്ലാം ഞാൻ കണ്ടല്ലോ, പിന്നെ എന്തിനാണ് ചക്ക നാണം? അവർ എൻ്റെ കുപ്പായവും നിക്കറും വലിച്ചൂരി ഉടലിലേക്ക് പച്ചവെള്ളം കോരി ഒഴിച്ചു. നീ എന്തിനാ ഇന്നലെ കരഞ്ഞേ? ചന്ദ്രിക സോപ്പ് പതപ്പിച്ച് ഉടലിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ചെറിയമ്മ ചോദിച്ചു. നാണം കൊണ്ടായിരുന്നോ? എന്തിനാ നാണം? ഇതേലാന്നോടാ നാണം? ചെറിയമ്മ നീണ്ട വിരൽ കൊണ്ട് ചുക്കാമണിയിൽ തൊട്ടപ്പോൾ ഉടൽ പെരുത്തു. ആണോന്ന് പറ. ഇരു കൈകളിലും സോപ്പ് പതപ്പിച്ച് അവർ എൻ്റെ ചുക്കാമണിയെ തലോടി. ചോരക്കുഴലുകളിലൂടെ ഒരു പാമ്പിഴഞ്ഞു. ഞാൻ പെരുവിരലിൽ ഉയർന്നു. വേണ്ട, മാറ്, ഞാൻ തന്നെ കുളിച്ചോളാം. ഞാൻ ചെറിയമ്മയെ തള്ളി മാറ്റി. ചുമ്മാ തിരിച്ചക്ക. ചെറിയമ്മ ബലമായി എന്നെ പിന്നെയും വലിച്ചടുപ്പിച്ച് കാൽത്തുടകളിൽ സോപ്പ് തേച്ചു. ഇവന് ജീവനുണ്ടല്ലോടാ. ദേ അനങ്ങുന്നു. നീണ്ട വിരലുകൾ വീണ്ടും ഞരമ്പ് കുഴലിൽ തലോടി. ആ നിമിഷം എൻ്റെ ഉള്ളിൽ നാണത്തിൻ്റെ സർപ്പച്ചുറ്റഴിഞ്ഞു. പിറ്റേന്ന് കുളിക്കാൻ കയറുമ്പോൾ ഞാൻ ചെറിയമ്മ വരാനായി കാത്തുനിന്നു. കണ്ടോ, നാണം പോയില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. കുളിമുറി വാതിലടയ്ക്കുമ്പോൾ ചെറിയമ്മ എൻ്റെ മുലയിൽ നുള്ളി. ഉടലിൽ ചില്ലുകുഴലുകൾ തീർത്ത് തണുത്ത വെള്ളമൊഴുകി. സോപ്പ് പതഞ്ഞു. ഇതാ കണ്ടോ, ചക്കൻ സുഖം പഠിച്ചുപോയി. ചെറിയമ്മ തുടയിടുക്കിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ കണ്ണടച്ചു. ശബ്ദം മാത്രമാണ് ലോകമെന്ന് വിളിച്ചു പറയുന്ന പഴയൊരു SD ബൈക്കിൽ അമ്മയുടെ ഒരേയൊരാങ്ങള വിശനമാവാൻ വീട്ടുപടിക്കൽ വന്നിറങ്ങിയപ്പോൾ അച്ഛൻ ഒരു ദീർഘനിശ്വാസത്തിലൂടെ പെട്ടെന്ന് അങ്ങ് ചെറുതായി. കല്ലും പച്ചിലയും വെള്ളയ്ക്കയും നിരത്തി മായക്കുട്ടിയെ സങ്കലന പട്ടിക പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളയ്ക്കകൾ ചോർന്നു. വിശനമാവൻ അപകടകാരിയാണ്. കള്ളുകുടിൽ ഉള്ളിച്ചെന്നാൽ ഇരട്ടി അപകടകാരി. കോട്ടക്കുറിഞ്ഞിയിലെ വീട്ടിൽ വല്ലപ്പോഴുമൊരിക്കൽ രാത്രിയെ കുടുകുടു ശബ്ദം കൊണ്ട് ഉണർത്തി വിശനമാവൻ വന്ന് കയറിയപ്പോഴൊക്കെ വീട് പേടിച്ച് വിറച്ചിട്ടുണ്ട്. ദേ, വല്ലോം പറയുമ്പോൾ പദപ്രശ്നത്തിൽ നോക്കിയിരിക്കാതെ മുഖത്ത് നോക്കണം. ഒരിക്കൽ അയാൾ അച്ഛനോട് പൊട്ടിത്തെറിച്ചു. എൻ്റെ പെങ്ങളെ നിങ്ങൾക്ക് കെട്ടിച്ചതേ ഇതേപോലെ പദപ്രശ്നം പൂരിപ്പിച്ചിരിക്കാനല്ല. അവൾ അടുക്കളയിൽ കിടന്ന് അലറി വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? കാര്യം അച്ഛനെ പറ്റിച്ച് സ്ഥലവും കാശുമൊക്കെ അടിച്ചു മാറ്റിയതാ. പക്ഷേ എൻ്റെ പെങ്ങളാ. ഞാൻ എന്ത് ചെയ്തു എന്നാ? എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞേ. അവരുടെ സങ്കടം മാറണം. അവളെ വല്ലപ്പോഴെങ്കിലും പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി കൂടെ? നിങ്ങൾക്കെന്താ, അവൾ കൂടെ വരുന്നത് കുറച്ചിലാണോ? അച്ഛൻ പിന്നെയും പദപ്രശ്നത്തിലേക്ക് കണ്ണുകൾ നാട്ടി നിർത്തി. അടുത്ത തവണ ഞാൻ വരുമ്പോൾ ഈ വീട്ടിൽ കണ്ണീരും കരച്ചിലും കാണരുത്. കണ്ടാൽ എൻ്റെ സ്വഭാവം മാറും. ഞാൻ ആൾ മോശമാ, കേട്ടല്ലോ. അച്ഛൻ കൂട്ടുവായി അടക്കി. പിന്നീട് വിശനമാവാൻ വന്നതെന്നായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇടയ്ക്ക് ബൈക്കിൽ നിന്ന് വീണു കിടപ്പാണെന്നൊക്കെ പറഞ്ഞ് അമ്മ മൂക്കു തുറക്കുന്നത് കണ്ടു. പക്ഷേ ഇപ്പോൾ പടി കയറി വരുന്ന വിശനമാവന് ചട്ടും ചടവും ഒന്നുമില്ലെന്ന് എനിക്കുറപ്പായിരുന്നു. അപരിചിതനെ കണ്ട് മായക്കുട്ടി അച്ഛൻ്റെ പിന്നിലേക്ക് തലവലിച്ചു. എന്നെ കണ്ടിട്ടും വിശനമാവൻ്റെ മുഖത്ത് ഭാവഭേദമൊന്നും കണ്ടില്ല. കയറിയിരിക്കും വിശ്വ. അച്ഛൻ പുൽപ്പായ തിണ്ണയിൽ നിവർത്തിയിട്ടു. ഇരിക്കാൻ വന്നതല്ല, നിങ്ങളിങ്ങോട്ട് വന്നേ. വിശനമാവൻ അച്ഛനെ കൂട്ടി പടിക്കലേക്ക് നടന്നു. ചെറിയമ്മ ആദ്യയോടെ ഓടിയെത്തി. മായക്കുട്ടിയുടെ കൈവലിച്ച് ഉള്ളിലേക്ക് മറിഞ്ഞു. സംഭാഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ്റെ മുഖം മ്ലാനമായിരുന്നു. മോൻ വേഗം പോയൊന്ന് ഒരുങ്ങ്, എന്നിട്ട് അമ്മാവൻ്റെ കൂടെ ചെല്ല്. എൻ്റെ ചുമലിൽ വെച്ച അച്ഛൻ്റെ കൈ പിടയ്ക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ടുമില്ലെന്ന് പറയാൻ നാവൂർത്തിയെങ്കിലും വിശനമാവൻ്റെ മുഖം കണ്ടപ്പോൾ അത് ആവിയായി. പോയി കുപ്പായം ഇട്ടുകൊണ്ട് വാടാ, വേഗം വേണം, അമ്മാവൻ വിളിച്ചു പറഞ്ഞു. എന്താ എന്താ അകത്തുനിന്ന് സുചിത്ര ചെറിയമ്മ ആംഗ്യഭാഷയിലൂടെ അച്ഛൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. ഒന്നുമില്ലെന്ന് അച്ഛൻ കണ്ണടച്ചു കാട്ടി.
നിങ്ങൾക്കിപ്പോഴും പദപ്രശ്നത്തിൻ്റെ സൂക്കേടുണ്ടോ മാഷേ? അതോ ഒക്കെ നിന്നോ? ഒരു ബീഡി കത്തിച്ച് പുക ഊതിവിട്ട് പരിഹാസം തൊട്ടടുത്ത ചിരിയോടെ വിശ്വനമ്മാവൻ ചോദിച്ചു. അച്ഛൻ ചിരിച്ചതേയുള്ളൂ. എനിക്ക് ചിലത് ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസരം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഞാനൊരു ദിവസം സ്കൂളിലേക്ക് വരുന്നുണ്ട്. കെട്ടുപോയ ബീഡി വാഴച്ചോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് വിശ്വനമ്മാവൻ പറഞ്ഞു. ഒരു നെടുനിശ്വാസം കൂടി ഉള്ളിൽ നിന്ന് കുമിഞ്ഞതോടെ അച്ഛൻ പിന്നെയും കൂനിച്ചുരുണ്ടു. എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കേ. എന്തിനാന്ന് ചോദിക്കേ. കുപ്പായയുടെ സഹായിക്കുമ്പോൾ ചെറിയമ്മ എന്നോട് പറഞ്ഞു. അതെങ്ങനെയാ? ചോദിക്കേണ്ട ആൾ കാറ്റുപോയി ഇരിക്കുമല്ലേ. ഇങ്ങനെയുണ്ടോ ആണുങ്ങൾ? കുപ്പായം മാറി പുറത്തേക്ക് നടന്നപ്പോൾ ചെറിയമ്മയും കൂടെ വന്നു. എങ്ങോട്ടാ ചെക്കനെ കൊണ്ടുപോകുന്നേ? ചെറിയമ്മയുടെ ചോദ്യം വിശ്വനമ്മാവന് തീരെ സുഖിച്ചില്ല. നിങ്ങളാരെ പെണ്ണുമ്പിള്ളേ? ഇത് ഞങ്ങളുടെ വീട്ടുകാര്യമാ. കയ്യെത്തി തൈത്തങ്ങിൽ നിന്ന് ഒരു ഈർക്കിലി ഉരിഞ്ഞെടുത്ത് അറ്റം ഒടിച്ചു കളഞ്ഞിട്ട് ചെവിയിലിട്ട് തിരിക്കുന്നതിനിടെ വിശ്വനമ്മാവൻ അലക്ഷ്യമായി പറഞ്ഞു. ഞാനും ഈ വീട്ടിലുള്ളത് തന്നെയാ. അത് ഞാൻ അറിഞ്ഞില്ല. വിശ്വനമ്മാവൻ മുണ്ടഴിച്ചിട്ട് കൈകൂപ്പി തൊഴുതു. പിന്നെ വാടച്ചക്ക, നേരം കളയാണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചു വലിച്ച് പടിക്കിലേക്ക് നടന്നു. അച്ഛൻ്റെ സ്കൂട്ടറിനേക്കാൾ ഉയർന്ന ഇരിപ്പിടമായിരുന്നു വിശ്വനമ്മാവൻ്റെ ST ബൈക്കിലേത്. എന്നിട്ടും ആ ഇരിപ്പ് എനിക്ക് സുഖകരമായി തോന്നിയില്ല. വഴിയിലെ കുഴിയും കല്ലും തേടിപ്പിടിച്ച് അതുവഴി മാത്രം സഞ്ചരിക്കുന്ന ചക്രങ്ങളായിരുന്നു അതിൻ്റേത്. വലക്കൈ തുരുതുരെ ചലിപ്പിച്ച് വിശ്വനമ്മാവൻ കുടുകുടു ശബ്ദത്തിൻ്റെ താളം മുറുക്കുകയും വഴിയിലേക്ക് തീറ്റിത്തുപ്പുകയും നിരന്തരം ഹോൺ മുഴക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എങ്ങോട്ടോ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കാത്തത് എന്താടാ? കാറ്റിനെതിരെ തലതിരിച്ച് വിശ്വനമ്മാവൻ ചോദിച്ചു. നീ ഇന്നൊരു തന്തേരെ കൂട്ട് കിഴങ്ങനായി വരുവാണോ? നാടിനെയും വീടിനെയും വിറപ്പിച്ച കൊടിക്കെട്ടിയ ഫോറസ്റ്ററുടെ കൊച്ചുമകനാ നീ. അത് ഓർമ്മ വേണം. ഏത് തന്തയില്ല കഴിവേറിയോടും നേർക്കുനേരെ നിന്ന് ആരാന്നോ ചോദിക്കണം കേട്ടോ. കേട്ടു. എന്നാൽ ഇപ്പോൾ എങ്ങോട്ടോ കെട്ടിയെടുക്കുന്നതെന്ന് ധൈര്യമായി എന്നോട് ചോദിക്കേ. എങ്ങോട്ടോ കെട്ടിയെടുക്കുന്നേ? ഇങ്ങനെയല്ലടാ, ആൺപിള്ളേരെ പോലെ ചോദിക്കേ. ഞാൻ ശബ്ദമുയർത്തി വീണ്ടും ചോദിച്ചു. എന്നാൽ കേട്ടോ, നിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, കിടപ്പ. നിന്നെ കാണണമെന്ന് പറഞ്ഞു. നിനക്ക് അമ്മയെ കാണണ്ടേ? വേണം. എന്നിട്ടാണോ ആ കിഴങ്ങച്ചാരുടെ കൂടെ പോയേ? എന്നെ കൊണ്ട് പറയിക്കരുത്. നീ പോയപ്പോൾ മുതലേ അമ്മയ്ക്ക് സങ്കടമാ. ഇപ്പോൾ തീരെ വയ്യ. ഞാൻ ശ്വാസം വലിച്ചു വിട്ടു. ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? പിന്നെന്താ കരയാത്തേ? ആൺപിള്ളേർ കരയത്തില്ല. മിടുക്കൻ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വിശ്വനമ്മാവനൊരു കാര്യം പറയാം. വഴിയോരത്തെ കലിങ്ങിന് മുന്നിൽ ബൈക്ക് നിന്നു. നീ ഒരു ആൺ ചെക്കനായതുകൊണ്ട് ഞാൻ തുറന്നങ്ങ് പറയാം. നിൻ്റെ അമ്മ ചത്തുപോകും. പക്ഷേ അവൾ പോയാൽ നീ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു ചെന്നോണം. നിനക്കുള്ളതൊക്കെ അങ്ങേര് തന്നോളും. അല്ലാതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായി കോട്ടാക്കുറിഞ്ഞിൽ ചവിട്ടിത്തേച്ച് നിൽക്കരുത്. മനസ്സിലായോ? മിടുക്കൻ. വിശ്വനമ്മാവൻ ചുമലിൽ തട്ടി അഭിനന്ദിച്ചു. ആശുപത്രി വരാന്തയിൽ വീട്ടുകാരും നാട്ടുകാരും ഉണ്ടായിരുന്നു. എനിക്ക് നേരെ ചൂണ്ടിയ വിരലുകൾക്കപ്പുറം ചുണ്ടുകളിൽ അടക്കിപ്പിടിച്ച സംസാരം ചിറകടിച്ചു തുടങ്ങി. ആരോ കൈപ്പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അലക്കാനിട്ട കൈലിമുണ്ട് കണക്കെ കിടക്കയിൽ ചുരുണ്ടുകിടക്കുന്ന അമ്മ. ഇത്ര വേഗം മനുഷ്യരുടെ രൂപം മാറുമോ? സൗദാമിനി, ദേ നിൻ്റെ മോൻ വന്നു. കണ്ണു തുറക്ക്. മൂക്കിൽ താഴെ പാലുണ്ണി തൂങ്ങിയ മന്ത്രവാദി മുഖമുള്ള ഒരമ്മൂമ്മ അമ്മയുടെ കാതിൽ പറഞ്ഞു. നിശ്ചലയായ ജലപരപ്പിൽ കല്ല് വീണപ്പോഴെന്ന പോലെ കൺപോളകൾ ഞെട്ടിത്തുറന്നു. വിളറിയ മഞ്ഞ നിറഞ്ഞ കണ്ണുകളിൽ നരച്ച വട്ടം ക്ലോക്കിൻ്റെ പെൻഡുലം കണക്കെ ചലിച്ചു. അമ്മയോട് എന്തെങ്കിലും പറ കുഞ്ഞേ. നീ ആ കയ്യിലൊന്ന് പിടിച്ചേ. മന്ത്രവാദിനി അമ്മൂമ്മ കിടക്കക്കരികിലേക്ക് നീക്കി നിർത്തി. കൈ നീട്ടി തൊട്ടു. അമ്മയുടെ കൈകൾ വിറച്ചു. ചുണ്ടുകൾ പിളർന്നകന്നപ്പോൾ വികൃതമായൊരു സ്വരം കേട്ടു. ശരീരം അനുനിമിഷം വളഞ്ഞ് നിശ്ചലമായി പോയി. മന്ത്രവാദിനി മൂക്കിനരികിൽ കൈവച്ച് പരിശോധിച്ച് വിളിച്ചു പറഞ്ഞു. ഒരാളും കരഞ്ഞില്ല. എവിടെ നിന്നും ഒരു വിതുമ്പൽ പോലും കേട്ടില്ല. പുറത്ത് STയുടെ കുടുകുടു ശബ്ദം വാഗമരത്തിലെ കാക്കക്കൂട്ടങ്ങളെ പരത്തി. വിശ്വനമ്മാവൻ്റെ കുടുകുടുപ്പൻ ST ബൈക്ക് ഒരിക്കൽ കൂടി വീടിൻ്റെ പടിക്കൽ വന്നു നിന്നു. അമ്മ മരിച്ച് 1 മാസം കഴിഞ്ഞ്. മാഷേ, നിങ്ങൾ ചെക്കനുമായി വീട്ടിൽ വരെ വരണമല്ലോ. ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ബൈക്കിൽ നിന്നിറങ്ങാതെ വിശ്വനമ്മാവൻ അച്ഛനോട് പറഞ്ഞു. പിറ്റേന്ന് കോട്ടാക്കുറിഞ്ഞിയിൽ ചെല്ലുമ്പോൾ വിശ്വനമ്മാവനും വല്യമ്മച്ചിയും മാത്രമല്ല, കണ്ടുപരിചയമുള്ള തലനരച്ച കുറേ മുഖങ്ങളും ഉണ്ടായിരുന്നു. എല്ലാത്തിനും നടുവിൽ വിയർപ്പിൻ്റെ അസംഖ്യ നദികളെ ഉടലിൽ വഹിക്കുന്ന ഗിരിശൃംഗമായി ഹരിഹരൻ വക്കീലും. സിനിമയുടെ പാതിയിൽ കയറി ചെന്ന കാണികളെ എന്ന പോലെ കൂടെ നിന്നവർ എന്നെയും അച്ഛനെയും നോക്കി. ഹരിഹരൻ വക്കീൽ മുൻനിരയിൽ തന്നെ ഒഴിച്ചിട്ട കസരയിൽ ഞങ്ങളെ ക്ഷണിച്ചിരുത്തി. ഇനി ആരും വരാനില്ലല്ലോ? വക്കീൽ വിശ്വനമ്മാവനെ നോക്കി. ഇല്ലെന്ന് വിശ്വനമ്മാവൻ ചുമൽ കുലുക്കി. വക്കീൽ ചുമച്ച് തൊണ്ടയൊരുക്കി എല്ലാവരെയും ഒന്ന് നോക്കി. ഹിന്ദു കുടുംബത്തിൻ്റെ ദായക്രമത്തെപ്പറ്റിയും അതിൻ്റെ സങ്കീർണതകളെപ്പറ്റിയും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വിശ്വനമ്മാവൻ കസേര നീക്കി എഴുന്നേറ്റു. സ്വാഗതവും അധ്യക്ഷ പ്രസംഗമൊന്നും വേണ്ട. കാര്യം ഞാൻ പറയാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോട്ടാക്കുറിഞ്ഞിയിലെ ഈ പറമ്പ് എൻ്റെ പെങ്ങൾ സൗദാമിനി അച്ഛനെ പറ്റിച്ച് സ്വന്തമാക്കിയതാണ്. പറമ്പിന് നടുവിൽ ഇതുപോലൊരു കെട്ടിടം പണിതതിൽ അവരുടെ ഭർത്താവ് KP ഭാസ്കര മാഷിന് പങ്കുണ്ടെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഈ ഭൂമിയിൽ അയാൾക്കൊരു അവകാശവുമില്ല. സൗദാമിനിയുടെയും ഭാസ്കരൻ മാഷിൻ്റെയും ഒരേയൊരു മകൻ കേശവേന്ദ്രനാണ് ഇതിൻ്റെ ഏക അവകാശി. പക്ഷേ അവന് പ്രായപൂർത്തിയായിട്ടില്ല. ബാക്കി വക്കീൽ പറയും.
ഹരിഹരൻ വക്കീൽ വീണ്ടും ചുമച്ച് ശബ്ദമൊരുക്കിയപ്പോൾ വിശനമാവൻ തറപ്പിച്ചു നോക്കി. അപ്പോൾ അയാളുടെ കഴുത്തിൽ നിന്ന് വിയർപ്പിൻ്റെ വെള്ളച്ചാട്ടം കയ്യിലെ കടലാസിലേക്ക് വീണു ചിതറി. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വക്കീൽ സംസാരിച്ചു തുടങ്ങി. കേശവേന്ദ്രൻ എന്ന ഈ 14 വയസ്സുകാരൻ മുതിർന്നതുവരെ ഈ ഭൂമിയുടെയും ഇവിടെ നിന്നുള്ള വരുമാനത്തിൻ്റെയും ഉടമസ്ഥത അവനെ സംരക്ഷിക്കുന്നവനായിരിക്കും. പക്ഷേ കേശവേന്ദ്രൻ്റെ അച്ഛൻ PB ഭാസ്കരൻ്റെ സൗദാമിനിയുമായുള്ള ബന്ധം വേർപ്പെടുത്തുകയും ഏക മകളുള്ള മറ്റൊരു സ്ത്രീയെ നിയമപ്രകാരം 2ാം വിവാഹം കഴിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സംരക്ഷണ ചുമതല ഏൽപ്പിച്ചാൽ കാര്യങ്ങൾ ശരിയാവില്ലെന്ന് കേശവേന്ദ്രൻ്റെ അമ്മയുടെ ബന്ധുക്കൾക്ക് ആശങ്കയുണ്ട്. അതിനാൽ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. അച്ഛൻ എഴുന്നേറ്റു. വസ്തുവിൻ്റെയും വീടിൻ്റെയും അവകാശം ഞാൻ ചോദിക്കുമെന്നാണ് നിങ്ങളുടെ എല്ലാ ആശങ്കയെങ്കിൽ അതിൻ്റെ കാര്യമില്ല. സൗദാമിനിയുമായുള്ള ബന്ധം വേർപ്പെടുത്തി എന്നതിന് അവളുടെ പേരിലുള്ള എല്ലാത്തിനോടും വിടുതൽ പ്രഖ്യാപിച്ചെന്നു കൂടിയാണ് അർത്ഥം. പക്ഷേ എൻ്റെ മോൻ്റെ അവകാശം ആർക്കും ഞാൻ വിട്ടുതരത്തില്ല. അവൻ്റെ സംരക്ഷണം എൻ്റെ ചുമതലയാണ്. അതിന് കോടതി ഉത്തരവിൻ്റെ പിൻബലവുമുണ്ട്. വിശനമാവൻ അമ്മയുടെ ചേച്ചി സരസ്വതി വല്യമ്മയെ നോക്കി. തൊലിവെളുപ്പ് കണ്ട് വേറൊരുത്തിയുടെ പിന്നാലെ പോയ നിങ്ങൾ അവനെ നോക്കുമെന്നതിന് എന്താ ഉറപ്പ്? പരുപ്പരുത്ത സ്വരത്തിൽ സരസ്വതി വല്യമ്മച്ചി വിളിച്ചു ചോദിച്ചപ്പോൾ അടുക്കള വരാന്തയിൽ നിന്ന് അമ്മ അലറി വിളിക്കുന്നത് പോലെ തോന്നി. ഉറപ്പ്. ദേ ഇവൻ തന്നെ. അച്ഛൻ എന്നെ വലിച്ചെഴുന്നേൽപ്പിച്ചു. അവനോട് ചോദിക്കാം ഞാൻ അവനെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന്. ശരി, അതിലെനിക്ക് തർക്കമില്ല. വിശനമാവൻ ഇടപെട്ടു. പക്ഷേ ഇന്നെങ്ങനെയാണ് നാളെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പു തരണം. അതങ്ങനെ അല്ലെന്ന് തോന്നുന്ന സമയത്ത് ഇവനെ എന്നെ ഉപേക്ഷിച്ചു പോകാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതിനവൻ മുതിർന്നിട്ടില്ലല്ലോ. മുതിരുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അച്ഛൻ ചിരിച്ചു. ആദ്യമായാണ് അച്ഛനിങ്ങനെ നിവർന്നു നിന്ന് കാര്യങ്ങൾ പറയുന്നത്. ചെറിയമ്മയുടെ പരിഹാസ പേച്ചുകൾ അച്ഛനെ അന്തസ്സുള്ള ആണാക്കി മാറ്റിയോ എന്ന് ഞാൻ വിസ്മയിച്ചു. അതായത് ഈ കോട്ടാക്കുറിഞ്ഞിയിലെ വീടിൽ നിന്നും പറമ്പിൽ നിന്നുമുള്ള ആദായമൊന്നും KP ഭാസ്കര മാഷിന് താല്പര്യമില്ലെന്നാണോ പറഞ്ഞതിൻ്റെ ചുരുക്കം? വക്കീൽ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. എനിക്ക് താല്പര്യമില്ല, തീരെ താല്പര്യമില്ല, അച്ഛൻ തീർത്തു പറഞ്ഞു. അപ്പോൾ കേശവേന്ദ്രന് പ്രായപൂർത്തിയാകുന്നതുവരെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ആര് സംരക്ഷിക്കും? അതിൽ നിന്നുള്ള ആദായം ആര് സൂക്ഷിക്കും എന്നതാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. വക്കീൽ വിശനമ്മാവനെ തറപ്പിച്ചു നോക്കി. അതെന്താ ചോദിക്കാനുള്ളത്? ഞാൻ നോക്കും, അമ്മാവൻ പ്രഖ്യാപിച്ചു. നീ കുറേ കോക്കും. സരസ്വതി വല്യമ്മ പൊട്ടിത്തെറിച്ചു. അല്ലെങ്കിലും അത് നീ മാത്രം പുഴുങ്ങിത്തിന്നാൽ പോരല്ലോ. എനിക്ക് കൊച്ചുങ്ങൾ 3. ഓ അതാണോ മനസ്സിലിരിപ്പ്? നടക്കുകയല്ലേ ചെയ്യി. വിശനമ്മാവൻ മൂക്കിൽ ചൊറിഞ്ഞു കാണിച്ചു. ഞാൻ പറയുന്നത് വീടും പറമ്പും വിറ്റ് കാശ് കേശവേന്ദ്രൻ്റെ പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണമെന്നാ. വക്കീൽ പറഞ്ഞു തീർന്നതും വിശനമ്മാവൻ ചാടിക്കടിച്ചു. വീട്ടുകാര്യം തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. വക്കീൽ കഴുത്തിലെ വിയർപ്പ് തെറിച്ച് പിന്നിലേക്ക് ഒതുങ്ങി. ചെക്കൻ പറയട്ടെ. പിന്നിലിരുന്ന മന്ത്രവാദിനി അമ്മൂമ്മയെ അപ്പോഴാണ് ഞാൻ കണ്ടത്. ഇത്തിരി പോന്ന ചെക്കനാണോ വലിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? വേറെ ആരോ ചോദിച്ചു. അവകാശി അവനാണെങ്കിൽ തീരുമാനം അവൻ തന്നെ എടുക്കണം. മന്ത്രവാദിനി നാക്കു പുറത്തേക്ക് നീട്ടി ഒരു ഗോഷ്ഠി കാണിച്ചു. ഈ തർക്കത്തിൽ ഞങ്ങളില്ല. നിങ്ങൾ വീടും പറമ്പും വിൽക്കുകയോ പാട്ടത്തിന് കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. വിവരം എന്തെന്ന് അറിയിച്ചാൽ മതി. അച്ഛൻ എൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റു. അങ്ങനെ പോയാലെങ്ങനാ? വിശനമാവൻ ബലമായി അച്ഛനെ പിടിച്ചിരുത്തി. നീ പറയട ചക്ക, വീടും പറമ്പും വിൽക്കണോ അതോ അവിടെ കിടന്ന് ചിതല് കയറി നശിക്കണോ? വിശനമാവൻ എന്നെ പിടിച്ചു കുലുക്കി. ഞാൻ അച്ഛനെ നോക്കി. അദൃശ്യമായ ഒരു പദപ്രശ്ന കളത്തിലേക്ക് എന്ന വണ്ണം അച്ഛൻ ശൂന്യതയിലേക്ക് നോക്കിയിരിപ്പാണ്. നീ പറ കുഞ്ഞെ. ആരോ ധൈര്യം നൽകി. പറഞ്ഞോടാ. വിശനമാവൻ എൻ്റെ ചുമലിൽ കൈവച്ചു. എൻ്റെ വീട് വിൽക്കണ്ട. താഞ്ഞാരിപ്പുഴക്കരയും ചന്തക്കവലയും കോട്ടക്കുന്നും കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ ഞാൻ അലറി പറഞ്ഞപ്പോൾ ചുമലിലെ കൈ മുഷ്ടി ചുരുട്ടി. ഹൂ എന്നൊരു ശബ്ദം സരസ്വതി വല്യമ്മയുടെ വായിൽ നിന്ന് തുപ്പലിനൊപ്പം ചിതറി. കഥയെ അവസാനിപ്പിച്ച് ഞാൻ വിശ്വപ്രകാശിന് നേരെ തിരിഞ്ഞു. ആ നിമിഷത്തിലായിരുന്നോ എൻ്റെ ജീവിതം വഴിതിരിയേണ്ടിയിരുന്നത്? തീരുമാനം അച്ഛന് വിട്ടുകൊടുത്താൽ മതിയായിരുന്നോ? അതോ വീട് വിൽക്കാൻ വിശനമാവനെ ചുമതലപ്പെടുത്തണമായിരുന്നോ? ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടായാലേ എനിക്ക് കൃത്യമായൊരു തീരുമാനമെടുക്കാനാവൂ. ഉത്തരത്തിന് താമസമുണ്ടായില്ല. ഭാസ്കര മാഷിൻ്റെ തീരുമാനം കൃത്യമായിരുന്നു. വിശനമാവൻ്റെ മനസ്സിലിപ്പോൾ വ്യക്തമല്ല. പക്ഷേ വീടും പറമ്പും അന്യാധീനപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ചിരുന്നതായി ഊഹിക്കാം. സരസ്വതി വല്യമ്മച്ചിക്ക് പണം തന്നെ പ്രധാനം. കേശവേന്ദ്രൻ്റെ സംരക്ഷണത്തിൽ അച്ഛനല്ലാതെ മറ്റാർക്കും താല്പര്യമില്ല. അദ്ദേഹമാകട്ടെ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം സ്വീകരിക്കാനും തയ്യാറായിരുന്നു താനും. ആ നിലയ്ക്ക് കേശവേന്ദ്രൻ അന്നെടുത്ത തീരുമാനത്തിൽ തെറ്റില്ല. വിശ്വപ്രകാശ് പറഞ്ഞു തീർന്നതും ഞാൻ മുരിക്കുമരത്തിൽ തൂങ്ങിയ വേതാളത്തെ പോലെ വീണ്ടും കസേരയിൽ വന്ന് കാലുമാട്ടിയിരുന്നു. ചെക്കനങ്ങ് മുതിർന്നു പോയി. കോട്ടാക്കുറിഞ്ഞിയിലെ വീതവയ്പ് ചർച്ചയ്ക്ക് ശേഷം ഈ വാക്കുകൾ വീട്ടിൽ പതിവായിരുന്നു. അച്ഛനും ചെറിയമ്മയുമൊക്കെ സ്ഥാനത്തും അസ്ഥാനത്തും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. മുതിർന്ന ഒരാൾ കൂടി വീട്ടിലുണ്ടെന്ന ബോധം പ്രകടമാകുന്ന മട്ടിൽ അച്ഛൻ്റെ മുഖം കൂടുതൽ ഗൗരവമാർന്നു. എന്നെ കാണുമ്പോൾ വെറുതെ ചിരിക്കുകയോ തലകുലുക്കുകയോ പതിവായി. സ്വന്തമായി ഒരു മുറി അനുവദിച്ചു കിട്ടി എന്നതാണ് ഈ സംഭവം കൊണ്ട് എനിക്കുണ്ടായ പ്രധാന നേട്ടം.
വടക്കേ മൂലയിൽ പഴയ മരയുരുപ്പിടികൾ അടുക്കി വെച്ചിരുന്ന മുറി ഒഴിപ്പിച്ച് ഇളം പച്ച ചായം പൂശി വൃത്തിയാക്കി. ചുമരലമാര വാർണിഷ് മണം പൂശി തിളങ്ങി. ഞാൻ പറഞ്ഞിട്ടാ ഈ മുറിയൊക്കെ ശരിയാക്കിയെടുത്തേ, മറക്കണ്ട. വസ്ത്രങ്ങളും പുസ്തകങ്ങളും അലമാരയിൽ അടിക്കുന്നതിനിടെ ചെറിയമ്മ പറഞ്ഞു. നിനക്കിഷ്ടപ്പെട്ടോ മുറി? വാതിലടച്ച് കുരുത്തക്കേടൊന്നും കാണിക്കരുത്. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കും, നീ അറിയാതെ. ഞാൻ ചിരിച്ചു. കോട്ടാക്കുറിഞ്ഞിയിലെ വീട് വിൽക്കണ്ടെന്ന് കേശു പറഞ്ഞത് മായക്കുട്ടിയെ ഓർത്തല്ലേ? എനിക്കറിയാം. അവളെ കെട്ടിച്ചയക്കുന്ന കാലമാവുമ്പോൾ നമുക്കത് വിൽക്കാം അല്ലേ? ചെറിയമ്മ അരികിൽ വന്നു. നാട്ടുകാരും സ്വന്തക്കാരും ഒന്നും പറയുന്നത് കണക്കാക്കേണ്ട. ഞാൻ നോക്കിക്കോളാം നിന്നെ പൊന്നുപോലെ. ചെറിയമ്മയെ നിനക്ക് ഇഷ്ടമല്ലേ? എത്ര ഇഷ്ടം? ചെറിയമ്മ എൻ്റെ കൈയെടുത്തു സ്വന്തം ചുമലിൽ വെച്ചു. സെറ്റ് മുണ്ടിൽ നിന്നുയർന്ന കൈതപ്പ് മണം ഉള്ളിലേക്ക് കുമിഞ്ഞു. പറയടാ, എൻ്റെ നെഞ്ചത്ത് തൊട്ട് പറ. കൈപ്പടത്തിന് താഴെ കൂട്ടിലടച്ച 2 മുയൽക്കുട്ടികൾ വിറച്ചു. ഒരുപാട് ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇഷ്ടം കുറയരുത്, കൂടുകയേ ചെയ്യാവൂ. കൈച്ചങ്ങല പൊട്ടിച്ച് ഞാൻ അടർന്നു മാറി. നീ മുതിർന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? അയ്യേ, നാണക്കാരൻ. ചിരിയുടെ മന്ദാരപ്പൂ വിടർത്തി ചെറിയമ്മയുടെ നുണക്കുഴികൾ വിടർന്നു. നിനക്ക് സ്കൂളിൽ കൂട്ടുകാരില്ലേ? ഉണ്ട്. ആൺപിള്ളേരുടെ കാര്യമല്ല ചോദിച്ചത്, പെൺപിള്ളേരില്ലേ? മിണ്ടും, അത്രേ ഉള്ളൂ. ആൺകുട്ടികളെന്താ കൂട്ടുകുടുംബം തമ്മിൽ പറയുന്നേ? പെണ്ണുങ്ങളെ പറ്റിയാ? ഞാൻ ചിരിച്ചു. പറയടാ, പെൺപിള്ളേരുടെ വിശേഷങ്ങളൊക്കെ പറയില്ലേ? കള്ളൻ, മിണ്ടാത്തത് കണ്ടോ? ചെറിയമ്മ വീണ്ടും അലമാരയിൽ പുസ്തകങ്ങൾ അടുക്കാൻ തുടങ്ങി. മായക്കുട്ടിയുടെ അച്ഛനാരാ? മരിച്ചു പോയതാണോ? കഴുക്കോലിൻ്റെ ആയത്തിൽ തോണി ദിശ തിരിക്കുന്നത് പോലെ ഞാൻ ചോദ്യം ഊന്നി വിഷയം തിരിച്ചുവിടാൻ ശ്രമിച്ചു. നിനക്കറിയത്തില്ല ആളെ? കടവിനക്കരയുള്ളതാ. ഒരു മണക്കുണാഞ്ചനായിരുന്നു. എന്ന് വെച്ചാൽ? ആണല്ലായിരുന്നെന്ന്. എന്താ ചോദിച്ചേ? ഒന്നുമില്ലെന്ന് ഞാൻ ചുമലനക്കി. ആണുങ്ങൾ മിക്കതും പേട്ടുതേങ്ങ പോലാ. കുലുക്കി നോക്കുമ്പോൾ വെള്ളം കാണും, പക്ഷേ പൊട്ടിക്കുമ്പോൾ. കേശുവിൻ്റെ അമ്മ ഭയങ്കര വഴക്കല്ലായിരുന്നോ അച്ഛനോട്? എപ്പോഴും. അങ്ങനെയുമുണ്ട് ചിലർ. നിൻ്റെ അച്ഛനൊരു പാവമാ. നീ അത്രയും പാവമാകരുത്. പന്ത് പോലെ നിന്നോണം. അങ്ങോട്ടെറിഞ്ഞാൽ ഇരട്ടി ഊക്കിൽ ഇങ്ങോട്ട് പോരണം, മനസ്സിലായോ? ഞാൻ ചിരിച്ചു. എൻ്റെ സയൻസ് പുസ്തകത്തിൽ ഒളിച്ചിരുന്ന ഹിന്ദി സിനിമ നടിയുടെ കളർ ചിത്രം അപ്പോഴാണ് ചെറിയമ്മ കണ്ടത്. ക്ലാസ്സിൽ ഫോട്ടോ നോക്കി പിൻപഞ്ച് കുശുകുശുക്കുന്നതിനിടെ വർഗീസ് സാർ വടി ചൂണ്ടിയപ്പോൾ ആരോ ഒളിപ്പിക്കാൻ എൻ്റെ ബുക്കിൽ തിരികിയതാണ്. ആരാടേത്? കാലുയർത്തി പീഠത്തിൽ വെച്ച് വാഴപ്പിണ്ടി പോലുള്ള തുടയുടെ വെളുപ്പ് പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിലേക്ക് ചെറിയമ്മ കണ്ണിമയ്ക്കാതെ നോക്കി. ഫോട്ടോ തട്ടിപ്പറിച്ചെടുക്കാനുള്ള ശ്രമം വിദഗ്ധമായി തടഞ്ഞ് ചെറിയമ്മ കുടുകൂടെ ചിരിച്ചു. പെണ്ണുങ്ങളുടെ തുടയാണോ നിനക്കിഷ്ടം? ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ടാണോ ഉറക്കം? നേര് പറ. നിങ്ങൾ ആമ്പിള്ളേരെ ചില മാസികയൊക്കെ വായിക്കില്ലേ ഇതുപോലെ ഒളിച്ചിരുന്ന്? എനിക്കറിയത്തില്ല. കള്ളൻ, ആളങ്ങ് മുതിർന്നു പോയി. എനിക്കറിയാം. ചെറിയമ്മ എൻ്റെ നെഞ്ചത്ത് ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി. സത്യത്തിൽ മുതിരുന്നത് എനിക്കിഷ്ടമായിരുന്നു. കലിങ്കിലിരുന്ന് ബീഡി വലിക്കുന്നതും പുഴക്കരയിൽ മുളംകൂട്ടത്തിനും മറിഞ്ഞ് പെണ്ണുങ്ങളുടെ കുളിക്കടവിലേക്ക് നോക്കുന്നതും ബൈക്കിൽ നാട്ടുവഴിയിലൂടെ കറങ്ങുന്നതുമെല്ലാം എത്രയോ തവണ സ്വപ്നം കണ്ടിരിക്കുന്നു. 9ാം ക്ലാസ് ജയിച്ച് മുണ്ടുടുത്തതോടെയാണ് മുതിരാൻ തുടങ്ങി എന്ന ബോധത്തിലേക്ക് ഞാൻ ഉണർന്നത്. മറ്റു കുട്ടികളെക്കാൾ വേഗത്തിലായിരുന്നു എൻ്റെ വളർച്ച. ശബ്ദം പരുഷമായി. മൂക്കിന് താഴെ ചെമ്പൻ രോമങ്ങൾ തെഴുത്തു. കവിളിൽ മുഖക്കുരു ചെമന്നു. എന്നിട്ടും എന്നെ കുളിപ്പിക്കാൻ ചെറിയമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം സ്കൂൾ മുറ്റത്ത് സ്കൂട്ടറിൽ നിന്നിറങ്ങുമ്പോൾ അച്ഛൻ കൈനീട്ടി കുപ്പായത്തിൽ വലിച്ചു. മോൻ ഇനി തനിയെ കുളിച്ചാൽ മതി, വലുതായില്ലേ? ഞാനിങ്ങനെ പറഞ്ഞെന്ന് അവളോട് പറയണ്ട. വീണ്ടും രഹസ്യം. മുതിർന്നവരുടെ ലോകം രഹസ്യങ്ങളുടെ ചിലന്തി വല പൊതിഞ്ഞതാണെന്നതിന് ഒരു തെളിവ് കൂടി. പിറ്റേന്ന് കുളിക്കാൻ പോയപ്പോൾ ചെറിയമ്മ എത്തുന്നതിന് മുൻപേ ഞാൻ വാതിലടച്ചു കൊളുത്തിട്ടു. കുറേ ദിവസം ചെറിയമ്മ മുഖം വീർപ്പിച്ച് നടന്നു. പിന്നെ പതിയെ അതലിഞ്ഞു. എൻ്റെ മുറിയിൽ വരുമ്പോൾ ചെറിയമ്മ വേറൊരാളാണ്. കൺകോണിലൊരു മിന്നൽ, ചുണ്ടിലൊരു നനഞ്ഞ ചിരി, നടപ്പിലൊരു തെറുപ്പ്. പതുങ്ങിയാണ് വരവ്. വന്നപാടെ മുറിയിൽ അപ്പാടെ പരിശോധന തുടങ്ങും. കിടക്കയിലെ മെത്തയുയർത്തി മേശവലിപ്പുകൾക്കുള്ളിലേക്ക് കൈയിട്ട് കട്ടിലിന് കീഴിൽ കുനിഞ്ഞ് എന്താണ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ കള്ളച്ചിരി എറിയുകയുള്ളൂ. പക്ഷേ എനിക്കറിയാം, സ്കൂളിൽ നിന്ന് മാസികയോ പടമോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന അന്വേഷണമാണ്. ചിലപ്പോൾ എൻ്റെ കിടക്കയിൽ മലർന്നു കിടന്ന് എന്നെ തന്നെ ഉറ്റുനോക്കും. നീ എന്താ ഇപ്പോൾ ആലോചിക്കുന്നത്? ആ കിടപ്പിൽ ചോദിക്കും. ഒന്നുമില്ല. അല്ല, എന്തോ മനസ്സിൽ വിചാരിച്ചില്ലേ? ഇല്ലെന്നേ. എനിക്കറിയാം, നീ പറയാത്തതാ. നിൻ്റെ പ്രായത്തിൽ പിള്ളേർ എന്താ വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം. പഠിക്കാനിരിക്കുന്ന നേരം ചിലപ്പോൾ എൻ്റെ പിന്നിൽ വന്ന് കഴുത്തിൽ കൈയിടും. നിനക്കിപ്പോൾ തീരെ സ്നേഹമില്ല, എനിക്കറിയാം. ഒരുപാട് പഠിക്കാനുണ്ട്, അതുകൊണ്ടാ. ഞാൻ പറയും. കുറേ നേരം മിണ്ടാതെ നിന്നിട്ട് ചെറിയമ്മ നെടുവീർപ്പിട്ട് മടങ്ങും. പക്ഷേ അപ്പോൾ എനിക്ക് സങ്കടം തോന്നും. ചെറിയമ്മ അടുത്തുള്ളപ്പോൾ ഉള്ളിൽ ഞാൻ സന്തോഷിച്ചിരുന്നു. എന്തെന്ന് പറഞ്ഞ് അറിയിക്കാനാവാത്തൊരു ലഹരി ഉള്ളിൽ നിറയിട്ടിരുന്നു. കഥ വഴിത്തിരിഞ്ഞത് സ്കൂൾ കായികമേളയുടെ തലേന്നാണ്. അന്ന് നേരത്തെ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ അപരിചിതമായൊരു മണം കൊണ്ട് വീട്ടകം എന്നെ പൊതിഞ്ഞു. നീ എന്താ ഇന്ന് നേരത്തെ? കുളിച്ചു വന്ന ചെറിയമ്മ നനവുണങ്ങാത്ത മുടി തോർത്തുന്നതിനിടയിൽ ചോദ്യം ചെയ്തു. നേരത്തെ വിട്ടു. വന്നിട്ട് ഒത്തിരി നേരമായോ? ഇപ്പോൾ വന്നതേയുള്ളൂ. വിശ്വാസമാവാത്ത പോലെ ചെറിയമ്മ ചുഴിഞ്ഞു നോക്കി. ആരാ ഇവിടെ വന്നേ?
മുള്ളു കൊണ്ടതുപോലെ ചെറിയമ്മ ഒന്ന് പിടച്ചു. ആര് വരാനാ? നമ്മുടെ വീട്ടിലില്ലാത്ത ആരുടെയോ ഒരു മണം. അതു പറമ്പിൽ വഴണ പൂത്തതിൻ്റേതായിരിക്കും. ചെക്കന് പ്രാന്താ. തോർത്ത് കുടഞ്ഞ് ചെറിയമ്മ അടുക്കളയിലേക്ക് പാഞ്ഞു. വഴണ പൂത്ത മണമല്ല ഇതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വിലപിടിച്ച പെർഫ്യൂമിൻ്റെയോ പൗഡറിൻ്റെയോ മണമാണിത്. പിന്നീട് പലപ്പോഴും വീടിനുള്ളിൽ ഞാൻ ആ മണം അറിഞ്ഞു. എനിക്കല്ലാതെ ആർക്കും ഇത് അനുഭവപ്പെടുന്നില്ലേ? മായക്കുട്ടിയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ പോയി തുടങ്ങിയതോടെ അവൾ പെട്ടെന്ന് മാറി. മുഴുവൻ സമയവും വരയും വായനയും. അതോ മുതിർന്നെന്ന് നടിച്ച് മാറിയത് ഞാനാണോ? 10ലെ മോഡൽ പരീക്ഷയ്ക്ക് തലേന്ന പരീക്ഷപ്പേടി എൻ്റെ നെഞ്ചിൽ തലയിട്ടടിച്ചു. ക്ലാസ്സിലിരുന്ന് 2 തവണ ഛർദ്ദിച്ചു. നെഞ്ചെരിഞ്ഞു. സാറിനോട് പറഞ്ഞ് ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോന്നു. പതിവില്ലാതെ മുൻവശത്തെ വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. ഉള്ളിലാരോ പിറുപിറുക്കുന്നത് പോലെ തോന്നി. തേടി നടന്ന മണം കുമുക്കമ്മ മൂക്കിൽ വന്നു തൊടുക കൂടി ചെയ്തപ്പോൾ ഞാൻ ജാഗരൂകനായി. വാതിലിൽ തട്ടാതെ വീണ്ടും വലം വെച്ച് തെക്ക് വശത്തെ ജനാലക്കരികിലെത്തി. വെന്റിലേഷനിൽ കൂടി കൈയിട്ട് അത് തുറക്കാനുള്ള വിദ്യ എനിക്കറിയാം. പക്ഷേ തുറന്നത് ഇത്തിരി ശക്തിയിലായിപ്പോയി. കൊളുത്ത് കമ്പിയിലിടിച്ച് കിലുക്കിലെ കരഞ്ഞു. മുറിക്കുള്ളിൽ 2 നിഴലുകൾ തിടുക്കത്തിൽ ഇഴപിരിഞ്ഞു. ഞാൻ വാതിലടച്ചില്ല, നോട്ടം മാറ്റിയുമില്ല. ചെറിയമ്മ തിടുക്കത്തിൽ പുടവ വാരി ചുറ്റി ജനാലക്കരിയിലേക്ക് ഓടി വന്നു. നീ എന്താ ഈ നേരത്ത്? മിണ്ടിയില്ല. മുൻവശത്തെ കതക് തുറക്കുന്ന ശബ്ദം കേട്ട് അവിടേക്ക് ഓടുമ്പോൾ നീണ്ട കൊഴുത്ത ഉടലുള്ള ഒരാൾ വെട്ടുവഴിയിലേക്ക് ഓടിയിറങ്ങുന്നത് കണ്ടു. ദൂരെ സ്കൂട്ടറിൻ്റെ ഇരമ്പ്. ആരാത്? ഞാൻ ചോദിച്ചു. ആര്? എവിടെ? വാതിലിനപ്പുറം നിന്ന ചെറിയമ്മ അയ്യോ പാവം നടിച്ചു. മുതിർന്നവരുടെ രഹസ്യങ്ങൾ. മനസ്സിൽ പിറുപിറുത്ത് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. വാതിലടയ്ക്കുന്നതിന് മുൻപേ ചെറിയമ്മയും അകത്തേക്ക് തള്ളിക്കയറി. വന്നത് ചെറിയമ്മയുടെ ബന്ധുവാ. പട്ടാളത്തിലായിരുന്നു. മുൻപ് വന്നിട്ടില്ലേ? ആ, 1-2 തവണ. എന്താ അച്ഛനിലെത്താ പോയിരുന്നേ? ചെറിയമ്മ എന്നെ ചുഴിഞ്ഞു നോക്കി. അങ്ങനെയാണോ കരുതിയേക്കുന്നേ? കൊള്ളാമല്ലോ നീ. എടാ, മദനൻ ടൗണിൽ വരുന്ന വഴി കയറിയിട്ട് പോകുന്നതേ ഉള്ളൂ. മദൻ എന്നാണോ പേര്? പാവത്താനാ. ഇത് നിനക്ക് തന്നതാ. കറുപ്പും ചെമ്പും വരകൾ നിറഞ്ഞ ഒരു കുപ്പി ചെറിയമ്മ എനിക്ക് നീട്ടി. എന്താ ഇത്? പെർഫ്യൂം. നല്ല മണമാ. ചെറിയമ്മ കുപ്പിയുടെ മുകളിൽ അമർത്തി സുഗന്ധ എനിക്ക് നേരെ തെറിപ്പിച്ചു. അതെ, ഇത് തന്നെ, ആ മണം. ഞാൻ മനസ്സിൽ പിറുപിറുത്തു. ഇഷ്ടപ്പെട്ടോ? ഞാൻ മിണ്ടിയില്ല. എനിക്ക് പക്ഷേ ഇത്തരം കൃത്രിമ മണം ഇഷ്ടമല്ല. മനുഷ്യൻ്റെ മണമാണ് ഇഷ്ടം. ഊരി അയയിൽ തൂക്കിയിരുന്ന എൻ്റെ കുപ്പായം കുടഞ്ഞു മുഖത്തോട് ചേർത്തു. ചെറിയമ്മ ശ്വാസം വലിച്ചെടുത്തു. എന്തൊരു മണമാ നിനക്ക്? അയ്യേ, അത് വിയർപ്പിൻ്റെ വാടയല്ലേ. പോടാ, ഇത് മണമാ. നോക്കട്ടെ. നീ നീങ്ങി നിന്നേ. പറഞ്ഞു തീരും മുമ്പേ ചെറിയമ്മ എൻ്റെ നെഞ്ചത്തും കഴുത്തിലും കക്ഷത്തിലും മുഖമൊരച്ചു. ഹോ, എൻ്റെ ചെക്ക, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ 2 കൈകൾ എന്നെ കെട്ടിവരിഞ്ഞു മുറുക്കി. ചുണ്ടുകളെ കടിച്ചെടുത്തു. കഴുത്ത് നനഞ്ഞ് നാവുരഞ്ഞു. എൻ്റെ മുഖം ചെറിയമ്മ സ്വന്തം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. കുന്നിൻ ചെരുവിലെ ആട്ടിൻകുട്ടിയായി ഞാൻ പച്ചപ്പുല്ല് നുണഞ്ഞു. കാരച്ചുവയുള്ള വിയർപ്പ് ചുണ്ടിൽ പടർന്നു. എനിക്ക് മണമുണ്ടോ? നോക്കിക്കേ. നിനക്കിഷ്ടമാണോ ഈ മണം? വാക്കുകൾ കാതിൽ കിതച്ചു. ഞാൻ മൂക്ക് വിടർത്തി. കാട്ടുചെമ്പകം പൂത്ത പോലെ കൊതിപ്പിക്കുന്നൊരു ഗന്ധം ഉള്ളിലേക്ക് ചുഴലി തിരിഞ്ഞിറങ്ങി. അതോടെ അകത്തൊരു സർപ്പം ചുറ്റി അഴിഞ്ഞു. എരിപ്പൊരി സഞ്ചാരത്തിൽ ഞാൻ പെരുവിരൽ ഉയർന്നു. ചെറിയമ്മയുടെ കൈകൾ അപ്പോഴേക്കും എൻ്റെ മുണ്ടിനടിയിലൂടെ ഇഴഞ്ഞു തുടങ്ങിയിരുന്നു. പെരുമ്പറ കൊട്ടുന്ന നെഞ്ചിനെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നതിനിടെ ചെറിയമ്മ എന്നെ വലിച്ചു കിടക്കയിലേക്കിട്ടു. ഉച്ചവെയിൽ മങ്ങിയതും കാറ്റ് ജനാലയിലൂടെ വന്ന് തട്ടി വിളിച്ചതും ഒന്നും ഞാൻ അറിഞ്ഞില്ല. എത്രയോ നേരത്തിന് ശേഷം അവരുടെ മുലകൾക്കിടയിൽ സ്വന്തം മുഖം പൂഴ്ത്തിക്കിടക്കെ എൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ച് ചെറിയമ്മ പതിയെ കാതിൽ പറഞ്ഞു. മദനം വന്നത് അച്ഛനോട് പറയണ്ട. പിന്നെ ഇതും. ഞാൻ സൗമ്യമായി മൂളി. അവരെ ഒരിക്കൽ കൂടി വരിഞ്ഞു മുറുക്കി. മരിച്ചവരുടെ ലോകം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അവർ വീട് കെട്ടി പാർക്കുകയാവുമോ? പെരുവഴിയിൽ കാണുമ്പോൾ പരിചയക്കാർ തമ്മിൽ നമസ്കാരം പറയുമോ? നമ്മൾ മരിച്ചവരെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ അവൻ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവുമോ? മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും ലോകങ്ങളെ തീയൊഴുകുന്ന പുഴ കൊണ്ടാണ് വേർതിരിച്ചിരിക്കുന്നതെന്ന് മായക്കുട്ടി പറയാറുണ്ട്. തീ പുഴയ്ക്ക് അക്കരെ നിന്ന് മരിച്ചുപോയ അവളുടെ അച്ഛൻ സ്വപ്നത്തിൽ കൈവീശി കാണിക്കാറുണ്ടത്രേ. പക്ഷേ അമ്മ ഒരിക്കൽ പോലും എൻ്റെ സ്വപ്നത്തിൽ വന്നില്ല. സ്നേഹമുണ്ടെങ്കിലേ മരിച്ചവർ സ്വപ്നത്തിൽ വരൂ എന്ന് മായക്കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. അമ്മയെ ഞാൻ തീരെ സ്നേഹിച്ചിരുന്നില്ലേ? അതോ അമ്മ എന്നെയാണോ സ്നേഹിക്കാഞ്ഞത്? സ്നേഹിക്കാഞ്ഞതാണോ അതോ സ്നേഹം പ്രകടിപ്പിക്കാഞ്ഞതാണോ? തിട്ടപ്പെടുത്താനായില്ല. സുചിത്ര ചെറിയമ്മ മായക്കുട്ടിയെ ഓമനിക്കുന്നത് കാണുമ്പോഴെല്ലാം എൻ്റെ കണ്ണു നിറയും. അമ്മ ഒരിക്കൽ പോലും എന്നെ ഇങ്ങനെ ഓമനിച്ച ഓർമ്മയില്ല. അമ്മയെക്കുറിച്ചുള്ള ഏറ്റവും സജീവമായ ഓർമ്മ അവസാന സമയത്ത് നരച്ച ആകാശം തെളിഞ്ഞ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കിയ നോട്ടമാണ്. ഞാൻ അന്നുവരെ കണ്ട അമ്മയായിരുന്നില്ല അത്. മരണത്തോടടുക്കുമ്പോൾ മനുഷ്യർ അടിമുടി മാറുമോ? അച്ഛൻ ഓർക്കുന്നുണ്ടാവുമോ അമ്മയെ? അച്ഛൻ്റെ സ്വപ്നത്തിൽ തീപ്പുഴയ്ക്ക് അപ്പുറം നിന്ന് അമ്മ കൈവീശുന്നുണ്ടാവുമോ? ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ പഴയ അച്ഛനായിരുന്നില്ല. പദപ്രശ്നങ്ങളോട് പോലും കമ്പം പോയി.
ഏറെ നേരവും പൂമുഖത്തെ ചൂരൽ കസേരയിലിരുന്ന് വിദൂരത്തിലേക്ക് നോക്കും. രാവിലെ പതിവിലും നേരത്തെ സ്കൂളിലേക്ക് പോകും. വൈകുന്നേരം സ്കൂൾ വിട്ടാലും വൈകിയേ വരൂ. വന്നാലും പണ്ടത്തെ പോലെ ചെറിയമ്മയോടൊപ്പം മുറിയടച്ച് ഇരിപ്പൊന്നുമില്ല. അതുകൊണ്ടാകാം ചെറിയമ്മയുടെ മുഖത്തും പഴയ ചിരിയില്ല. ഇടയ്ക്ക് വഴിയിൽ എവിടെയോ നിന്നോ കാലൊടിഞ്ഞൊരു പൂച്ചക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താൻ അച്ഛൻ ശ്രമിച്ചെങ്കിലും ചെറിയമ്മയുടെ എതിർപ്പും മായക്കുട്ടിയുടെ പേടിയും കാരണം ഉപേക്ഷിച്ചു. എന്താ നിൻ്റെ അച്ഛനെ പറ്റിയേ? ഒരിക്കൽ ചെറിയമ്മ എന്നോട് ചോദിച്ചു. നിന്നോട് വല്ലതും പറയാറുണ്ടോ? ഇല്ലെന്ന് ഞാൻ ചുമൽ വെട്ടിച്ചു. എൻ്റെ കൂടെ പൊറുക്കുന്നതിൽ ഇപ്പോൾ കുറ്റബോധം ഉണ്ടായിരിക്കും. ചെയ്തത് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കും. ആണുങ്ങൾ ഇങ്ങനെയൊക്കെയാ, ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ മിണ്ടിയില്ല. നാവ് ഉയർത്തേണ്ട നേരത്തെല്ലാം ഇപ്പോൾ ഞാൻ നിസ്സഹായനായി പോകുന്നു. വിശ്വനമാവൻ 2 തവണ വഴിയിൽ തടഞ്ഞു നിർത്തി പൊതിരെ ചീത്ത പറഞ്ഞപ്പോഴും എൻ്റെ നാവ് മരവിച്ചു കിടന്നു. സരസ്വതി വല്യമ്മച്ചി ഒരിക്കൽ മധുരപലഹാരങ്ങളുമായി സ്കൂളിൽ വന്ന് കരയുകയും കൂടെ ചെല്ലാൻ നിർബന്ധിക്കുകയും ചെയ്തു. വയ്യെന്ന് പറഞ്ഞപ്പോൾ പൂരപ്പാട്ടായി. അപ്പോഴും കഥകളി കാണുന്നത് പോലെ മിണ്ടാതെ കണ്ടു നിന്നതേയുള്ളൂ. വലുതാവും തോറും അച്ഛൻ്റെ സ്വഭാവം വരുന്നുണ്ട് ചെക്കന്. കയ്യോടെ അത് കളഞ്ഞേക്കണേ, ചെറിയമ്മ പറയും. പദപ്രശ്നവും പൂരിപ്പിച്ച് കുത്തിയിരിക്കാനല്ലാതെ നിൻ്റെ അച്ഛനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ആണുങ്ങളായാൽ ഇരിക്കരുത്, പറക്കണം. ഓരോ മനുഷ്യർക്കും മറ്റുള്ളവരെ പറ്റി എത്രയെത്ര കണക്കുകൂട്ടലുകളാണെന്ന് ഞാൻ ആലോചിച്ചു. പ്രീ ഡിഗ്രിക്ക് നഗരത്തിലെ കോളേജിൽ ചേർന്നതിന് പിറ്റേന്ന് രാവിലെ അച്ഛൻ പതിവില്ലാതെ എൻ്റെ മുറിയിൽ വന്നു. മേശപ്പുറത്തിരുന്ന പുസ്തകങ്ങൾ വെറുതെ മറിച്ചു നോക്കി. ജനാല തിരശ്ശീല നോക്കി ആദ്യമായി പുറംലോകം കാണുന്നത് പോലെ തെല്ലുനേരം നോക്കി നിന്നു. അച്ഛൻ എന്തെങ്കിലും പറയുന്നത് കാത്ത് കട്ടിലിൽ എഴുന്നേറ്റിരുന്ന എന്നെ നോക്കാതെ മടങ്ങുന്നതിനിടയിൽ തിരിഞ്ഞു നിന്നു. നമുക്ക് കോട്ടാക്കുറിഞ്ഞിയിൽ വരെ പോയാലോ? തല കുലുക്കിയത് കണ്ടു കാണാനിടയില്ല. തെല്ല് കഴിഞ്ഞപ്പോൾ പുറത്ത് സ്കൂട്ടർ ഇരുമ്പുന്നത് കേട്ടു. ഞാൻ പിന്നിൽ കയറിയിരുന്നു. അങ്ങുവരെ അച്ഛൻ മിണ്ടിയില്ല. കോട്ടാക്കുറിഞ്ഞിലെ വീട്ടുമുറ്റമാകെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. കാൽപ്പെരുമാറ്റം അറിഞ്ഞ് തൊടിയിൽ കരിയിലകൾ കരഞ്ഞു. കടന്നുകയറ്റത്തെ പ്രതിഷേധിച്ച് പന്നിയെലികൾ പരക്കം പാഞ്ഞു. രാത്രി മഴ നനഞ്ഞ പച്ചിലകൾ വെയിലിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. പടിഞ്ഞാറ് മുറ്റത്ത് പൂത്തലിഞ്ഞു നിന്ന ചെമ്പകം വെളുപ്പും സുഗന്ധവും കൊണ്ട് പകലിനെ വെല്ലുവിളിക്കുന്നു. പുല്ലും പാഴിലകളും വകഞ്ഞുമാറ്റി വീടിന് വലം വയ്ക്കുന്ന അച്ഛൻ്റെ ചവിട്ടടികളെ ഞാൻ പിന്തുടർന്നു. കാൽക്കീഴിൽ പുൽച്ചാടികളും കട്ടുറുമ്പുകളും നെട്ടോട്ടമോടി. കാട്ടുപൊന്ത വിലയുന്നത് കണ്ടപ്പോൾ അടുത്ത് കിടന്ന മരക്കമ്പ് കയ്യിലെടുത്ത് അച്ഛൻ ജാഗരൂകനായി. ഒരു മഞ്ഞച്ചേര മൺതിട്ടയിലിറങ്ങുന്നത് കണ്ട് അച്ഛൻ കമ്പ് താഴെയിട്ടു. കോളേജിൽ ഉഴപ്പി നടക്കരുത്, നന്നായി പഠിക്കണം. കിണറ്റുകരയിലെ പടർപ്പ പുല്ലുകൾ പറിച്ചു മാറ്റി പടിയിൽ ചാരി നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു. നന്നായാൽ നമുക്ക് കൊള്ളാം. നമുക്ക് നമ്മളെ ഉണ്ടാവൂ ജീവിതത്തിൽ, അത് മറക്കരുത്. പദപ്രശ്നം പോലെയാണ് അച്ഛൻ സംസാരിച്ചത്. ഒരു പക്ഷേ പറയാനുള്ളതിലേക്ക് കടക്കാനുള്ള ഒരു ചുറ്റിത്തിരിയൽ. തൊടിയിൽ ഇളം കാറ്റ് വീശി. മഹാഗണികൾ പഴുത്തിലകളെ തുരുത്തുര പൊഴിച്ചു. ചെമ്പകപ്പൂ ഗന്ധം കുറെ കൂടി രൂക്ഷമായി. സുചിത്ര നിന്നോട് എങ്ങനെ? ചോദ്യം പെട്ടെന്നായിരുന്നു. ഉന്നം മനസ്സിലാകാതെ ഞാൻ തുറച്ചു നോക്കി. വലിയ കാര്യമല്ലേ നിന്നെ? നന്നായി നോക്കുന്നില്ലേ? ഉവ്വ്. എന്നെപ്പറ്റി വല്ലതും പറയാറുണ്ടോ? ഇരിക്കാതെ പറക്കേണ്ട ആണുങ്ങളെപ്പറ്റി ചെറിയമ്മ പറഞ്ഞ ഉപമ ഓർത്തെങ്കിലും പറഞ്ഞില്ല. പക്ഷേ തെല്ല് കഴിഞ്ഞപ്പോൾ എന്നെ പോലും അത്ഭുതപ്പെടുത്തി ഞാൻ സംസാരിച്ചു തുടങ്ങി. അച്ഛനൊരു പാവമാ, ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ല. അച്ഛൻ നെറ്റി ചുളിച്ചു. അതെ, ഒന്നും അറിയുന്നില്ല. ചെറിയമ്മയുടെ ഒരു ബന്ധു ഇടയ്ക്കിടയ്ക്ക് അച്ഛനറിയാതെ വീട്ടിൽ വരുന്നുണ്ട്. അച്ഛൻ കൈയുയർത്തി തടഞ്ഞു. മദനനല്ലേ? എനിക്കറിയാം. അച്ഛൻ വിഷാദത്തോടെ ചിരിച്ചു. അതുമാത്രമല്ല പലതും. എൻ്റെ തല താഴേക്ക് ഒടിഞ്ഞു വീണു. ജീവിതം ചിലപ്പോൾ പദപ്രശ്നം പോലെയാണ്. കളത്തിൽ യോജിക്കുന്ന ഒന്നേ കാണൂ. അതറിയാൻ വൈകും. അച്ഛൻ വീണ്ടും നിശബ്ദനായി. മദനൻ്റെ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നോ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് സംശയം തോന്നി. കുറേ നേരം കഴിഞ്ഞിട്ടും അച്ഛൻ പിന്നീടൊന്നും മിണ്ടാഞ്ഞപ്പോൾ പോയാലോ എന്ന് ചോദിച്ചു ഞാൻ. മോൻ പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. വേണേൽ സ്കൂട്ടർ എടുത്തോളൂ. സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചിരുന്നെങ്കിലും എന്നെ വണ്ടി ഏൽപ്പിക്കാൻ മടിക്കാറുള്ള അച്ഛൻ്റെ മാറ്റം അത്ഭുതപ്പെടുത്തി. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കി. തെക്കേ മുറ്റത്തെ വരിക്കപ്ലാവിൽ ചാരി ശൂന്യതയിൽ കാഴ്ച കൊരുത്തു നിൽക്കുകയായിരുന്നു അച്ഛൻ. അച്ഛനെപ്പറ്റിയുള്ള എൻ്റെ അവസാനത്തെ കാഴ്ച. ഉടുമുണ്ടിൽ തൂങ്ങിയാർന്ന ഉടൽ പിറ്റേന്ന് തണ്ടാൻ ഗോപാലൻ പ്ലാവിൽ കൊമ്പിൽ നിന്ന് അഴിച്ചിറക്കുമ്പോൾ അത് കാണാനാവാതെ ഞാൻ തൊടിയിൽ നനഞ്ഞു കിടന്ന പദപ്രശ്നത്തിൻ്റെ കടലാസ് എടുത്ത് നിവർത്തി. മുഴുവൻ കോളങ്ങളും പൂരിപ്പിച്ചതായിരുന്നു ആ പദപ്രശ്നം. കഥ അവസാനിപ്പിച്ച് ഞാൻ വിശ്വപ്രകാശിന് നേരെ തിരിഞ്ഞു. അച്ഛനോട് ഞാൻ ചെറിയമ്മയുടെ രഹസ്യം തുറന്നു പറഞ്ഞത് തെറ്റായിരുന്നോ? അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ഛൻ ജീവനെടുക്കുകയില്ലായിരുന്നോ? എല്ലാം അറിയുന്ന അച്ഛൻ പറഞ്ഞപ്പോൾ ചെറിയമ്മയും ഞാനും തമ്മിലുള്ള രഹസ്യങ്ങളും അറിയാമെന്ന സൂചന ഉണ്ടായിരുന്നോ? അതായിരിക്കുമോ അച്ഛനെ കൂടുതൽ വിഷമിപ്പിച്ചത്? ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടായാലേ എനിക്ക് കൃത്യമായൊരു തീരുമാനമെടുക്കാനാവൂ. ഉത്തരത്തിന് താമസമുണ്ടായില്ല. നിങ്ങളുടെ ഉത്തരവുമായി അച്ഛൻ്റെ തീരുമാനത്തിന് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എല്ലാം തീരുമാനിച്ച് തന്നെയാണ് കോട്ടാക്കുറിഞ്ഞിയിലെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. സ്കൂട്ടർ സമ്മാനിച്ചതും ബോധപൂർവം തന്നെ. ഒരവസരം കിട്ടിയപ്പോൾ രഹസ്യം തുറന്നു പറയാൻ അതുപയോഗിച്ചു. ആ നിലയ്ക്ക് നിങ്ങൾ അന്നെടുത്ത തീരുമാനത്തിൽ തെറ്റില്ല. വിശ്വപ്രകാശ് പറഞ്ഞു തീർന്നതും ഞാൻ മുരിക്കുമരത്തിൽ തൂങ്ങിയ വേതാളത്തെ പോലെ വീണ്ടും കസേരയിൽ വന്ന് കാലുമാട്ടിയിരുന്നു. കുഞ്ഞാമൻ തോർത്തു കുടഞ്ഞ് വലിയൊരു വട്ടക്കെട്ട് കെട്ടി മടിക്കുത്തിൽ നിന്ന് കുമ്പാളത്തു പൊതിയഴിച്ച് വിശാലമായി വെറ്റില മുറുക്കി.
നടുവിരലിലെ ചുണ്ണാമ്പ് മുൻനിരയിലെ ഉന്തിയ പല്ലിൽ ഉരച്ച് നാവ് കൊണ്ട് ചുണ്ടുനാക്കി. പിന്നെ വാക്കത്തിയുമായി കോട്ടാക്കുറിഞ്ഞിയിലെ തൊടിയിലേക്കിറങ്ങി. വെട്ടിയെരിഞ്ഞോ, നടുമുറ്റം പോലെ ആക്കണം. ചുമരിന് വെള്ളപൂശാൻ ചായം കലക്കുന്നവർക്ക് നടുവിൽ നിന്ന് വിശനമ്മാവൻ വിളിച്ചു പറഞ്ഞു. നീ കണ്ടോ കേശു, ഈ വീടെങ്ങനെ മാറ്റിയെടുക്കാൻ പോണേന്ന്? കുചാലിൻ്റെ കൂട്ടിൽ കൊട്ടാരമായൊരു പോലെ മാജിക്ക നടക്കാൻ പോകുന്നേ. വിശനമ്മാവൻ ഒരു സിഗരറ്റ് കത്തിച്ചു. തെറുപ്പ് ബീഡി പുകച്ചു നടന്ന ആൾ എത്ര വേഗം മാറിയെന്ന് ഞാൻ ആലോചിച്ചു. ജീവിതത്തിൻ്റെ വളവും തിരിവും കണക്കുകൂട്ടി മരിക്കും മുമ്പ് അച്ഛനെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു. അവസാനമായി അച്ഛൻ എൻ്റെ മുറിയിൽ വന്നത് നോട്ടുപുസ്തകത്തിൽ എനിക്കുള്ള കത്ത് തിരികെ വയ്ക്കാൻ കൂടിയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അച്ഛൻ്റെ പേരിലുള്ള ബാങ്ക് നിക്ഷേപങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ, എത്രയും വേഗം കോട്ടാക്കുറിഞ്ഞിയിലെ വീട്ടിലേക്ക് താമസം മാറ്റണമെന്ന നിർദ്ദേശം, സഹായങ്ങൾക്ക് വിശനമ്മാവനെ മാത്രമേ ആശ്രയിക്കാവൂ എന്ന ഉപദേശം എല്ലാം അതിലുണ്ടായിരുന്നു. മായക്കുട്ടിക്ക് ചെറിയൊരു തുക നീക്കിവെച്ച് ബാക്കി മുഴുവൻ പ്രായപൂർത്തിയായ ശേഷം എനിക്ക് ലഭിക്കുന്ന വിധത്തിലായിരുന്നു ഏർപ്പാടുകൾ എന്നറിഞ്ഞതോടെ ചെറിയമ്മ തകർന്നു. ഭ്രാന്തിയെപ്പോലെ അവർ ചുമരിൽ തലയിടിക്കുകയും അച്ഛൻ്റെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു. നാണം കെട്ട മനുഷ്യൻ, അവർ പുലമ്പിക്കൊണ്ടേയിരുന്നു. കുട്ടിക്കാലത്തെ വീട് വിട്ടു പോന്നതിൽ അച്ഛന് സ്വന്തം വീട്ടുകാരുമായി അടുപ്പമുണ്ടായിരുന്നില്ല. ഒരാളും അച്ഛനെ തേടി വരികയോ അച്ഛൻ ആരെയെങ്കിലും അന്വേഷിക്കുകയോ ചെയ്തില്ല. അമ്മയുടെ വീട്ടിലും ആരുമായും പരിധിയിൽ കൂടുതൽ അച്ഛൻ അടുത്തില്ല. കുടിച്ചും കുടിക്കാതെയും നാക്കിന് എല്ലില്ലാത്ത വിധം സംസാരിക്കുമെങ്കിലും വിശനമ്മാവനോട് പണ്ടേ അച്ഛന് ഇഷ്ടമായിരുന്നു. അമ്മ അടുക്കളയിൽ പരാതികളുടെ കെട്ടഴിക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വിശനൊരുത്തനല്ലാതെ നിന്റെ വീട്ടിൽ ബോധമുള്ള ആരുമില്ല എന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു. കാര്യമിങ്ങനെയാണെങ്കിലും അച്ഛന് വിശനമ്മാവനെ പേടിയായിരുന്നു. പക്ഷേ ആദ്യകാലത്ത് അവർ കൂട്ടായിരുന്നെന്നും ഒരുമിച്ച് ചൂണ്ടയിടാനൊക്കെ പോകുമായിരുന്നു എന്നും സരസ്വതി വല്യമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും പഴയ ചങ്ങാതിക്ക് തന്നോടുള്ള സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന തിരിച്ചറിവ് വിശനമ്മാവനെ സന്തുഷ്ടനാക്കി. മരിക്കും മുമ്പ് അച്ഛൻ വിശനമ്മാവൻ്റെ പേരിലെഴുതി ആരെയോ ഏൽപ്പിച്ച കത്ത് കയ്യിൽ കിട്ടിയതോടെ അദ്ദേഹം വെണ്ണ പോലെ അലിഞ്ഞു. എൻ്റെ പൊന്നുമോനെ, അമ്മാവനെ അറിഞ്ഞില്ലല്ലോടാ നിൻ്റെ അച്ഛൻ ഈ ചതി ചെയ്യുമെന്ന്. ഒരു സൂചന പോലും ഇല്ലായിരുന്നല്ലോടാ എനിക്ക്. എന്നെ കെട്ടിപ്പിടിച്ച വിശനമ്മാവൻ കണ്ണീരൊഴുക്കി. വാറ്റുചാരായത്തിൻ്റെ മണമായിരുന്നു കണ്ണീരിന്. അച്ഛൻ്റെ അടക്കം കോട്ടാക്കുറിഞ്ഞിയിലെ തെക്കേപ്പറമ്പിലായിരുന്നു, അമ്മയുടെ ചിതയുടെ തൊട്ടടുത്ത്. ജീവിതത്തിൽ ഒരിക്കലും ചേരാത്ത അമ്മയോടൊപ്പം അച്ഛൻ നിശബ്ദനായി കിടന്നു. പരാതികളൊന്നുമില്ലാതെ അമ്മയും. മരണാന്തര കർമ്മങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ നിന്നത് വിശനമ്മാവനായിരുന്നു. നിന്റെ അച്ഛൻ കത്തിൽ പറഞ്ഞതുപോലെ ഇനി നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എത്രയും വേഗം കോട്ടാക്കുറിഞ്ഞിയിലെ വീട്ടിലോട്ട് മാറണം. എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാത്തത് ശേഖരം മരിച്ചപ്പോൾ നിന്റെ സ്വത്തും പണവും തട്ടിയെടുക്കാൻ ഞാൻ നിന്നെ വളച്ചെടുത്തു എന്ന് ആ എന്തരവള് പറയുന്നത് കേൾക്കണ്ടെന്ന് വിചാരിച്ച. അല്ലെങ്കിലും നിനക്ക് അവിടുന്ന് കോളേജിൽ പോകാൻ ദൂരമല്ലയോ? ചടങ്ങുകൾ പൂർത്തിയായ ദിവസം വിശനമ്മാവൻ എൻ്റെ ചുമലിൽ കൈയിട്ട് പറഞ്ഞു. ചെറിയമ്മയെ നേരത്തെ അറിയാമായിരുന്നോ അമ്മാവന്? ഏറെ കാലമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ചോദ്യം ഞാൻ പുറത്തെടുത്തു. ചെറിയമ്മ മിണ്ടരുത്. ആ അറുവാണിച്ചിയെ അമ്മ ചേർത്ത് വിളിക്കുന്നത് കേട്ടാൽ ഞാൻ കൊല്ലും. ഒരുത്തനെ പറ്റിച്ച് ചോരയും നീരുമൂറ്റി ചണ്ടിയായപ്പോൾ നിൻ്റെ അച്ഛനെ വളച്ചെടുത്തതാ. ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ടാന്ന്, കേട്ടില്ല. നിൻ്റെ അമ്മ ഇത്തിരി നോക്കിയും കണ്ടു നിൽക്കുമ്പോൾ സ്നേഹത്തോടെ മിണ്ടി പറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങേര് ഈർക്കിൽ പോലെ വളഞ്ഞേനെ. അതെങ്ങനെയാ? തോക്ക് താഴെ വയ്ക്കാത്ത ഫോറസ്റ്റുകാരുടെ ചോരയല്ലേ? വിശനമ്മാവൻ പുക ആഞ്ഞു വലിച്ച് മൂക്കിലൂടെ പുറത്തേക്ക് വെള്ളക്കൊമ്പുകൾ നീട്ടി. പിന്നെ എന്നെ ചേർത്ത് പിടിച്ചു. മക്കളെ, ചെരിവുള്ളിടത്തേക്ക് വെള്ളം ഒഴുകുന്നത് പോലെയാ സ്നേഹത്തിൻ്റെ കാര്യം. നനവുള്ളിടത്തേക്ക് അതിൻ്റെ വേരോടും. വെള്ളമാണോ വളമാണോ വിഷമാണോ എന്നൊക്കെ പിന്നീടല്ലേ അറിയൂ. സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞ് വിശനമ്മാവൻ കാർക്കിച്ചു തുപ്പി. കോട്ടാക്കുറിഞ്ഞിലെ വീട്ടിൽ നീ ഒറ്റയ്ക്കല്ല, കൂട്ടിന് നിൻ്റെ അച്ഛനും അമ്മയുണ്ട്. ജീവിച്ചിരിക്കുന്നവരെക്കാൾ നെറിയുള്ളവരാ ചത്തവർ. വച്ചു വിളമ്പാൻ ഞാൻ ഒരു വല്യമ്മയെ ഏർപ്പാടാക്കാം. 3 നേരം തിന്നാൻ കൊടുത്താൽ പൊന്നു പോലെ നോക്കിക്കോളും. പിന്നെ ആ എന്തിരവളുടെ അടുത്തുനിന്ന് പോരുമ്പോൾ യാത്ര പറയാനും നാടകം കളിക്കാനും ഒന്നും നിൽക്കണ്ട. പഠിക്കാനുള്ള പുസ്തകം ബാഗിലേക്ക് കൊണ്ടുപോരുക. വേറൊന്നും അവിടെ വീട്ടിൽ നിന്ന് എടുക്കണ്ട. നാളെ നീ അന്തിയുറങ്ങുന്നത് കോട്ടാക്കുറിഞ്ഞിയിലായിരിക്കണം, കേട്ടല്ലോ? വിശനമ്മാവനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതിനാൽ തല കുലുക്കുകയല്ലാതെ വഴിയില്ലായിരുന്നു. മടങ്ങി ചെല്ലുമ്പോൾ മായക്കുട്ടി വീട്ടു തിണ്ണയിലുണ്ടായിരുന്നു. അച്ഛൻ്റെ മരണം അവളെ ആകെ തളർത്തിയിരിക്കുന്നു. ചെറുപ്രായത്തിൽ അവൾ നേരിൽ കാണുന്ന 2ാമത്തെ മരണം. മൃതദേഹം കാണാൻ കോട്ടാക്കുറിഞ്ഞിയിലെ മുറ്റത്ത് കയറിയാൽ വെട്ടിനുറുക്കുമെന്ന വിശനമ്മാവൻ ഭീഷണി മുഴക്കിയതുകൊണ്ട് അച്ഛൻ്റെ മരണം അറിഞ്ഞതു മുതൽ ചെറിയമ്മ മുറിക്ക് പുറത്തിറങ്ങാതെ കഥകളച്ചിരിപ്പായിരുന്നു. തീ പുകയാത്ത അടുപ്പിനരികിൽ നിന്ന് കരഞ്ഞ മായക്കുട്ടിയെ സുഖുവേട്ടൻ്റെ കാപ്പിക്കടയിൽ കൂട്ടിക്കൊണ്ടുപോയി വയറു നിറയെ പലഹാരം വാങ്ങിക്കൊടുത്തത് ഞാനാണ്. ചെറിയമ്മയ്ക്കായി പാഴ്സൽ വാങ്ങിയെങ്കിലും ഉമ്മർവാതിക്കൽ ഉറുമ്പിന് സദ്യ ഒരുക്കി അത് തണുത്തു വിറങ്ങലിച്ച് കിടന്നതേയുള്ളൂ. അച്ഛൻ്റെ മരണമാണോ അച്ഛൻ എനിക്ക് എഴുതിച്ച കത്താണോ ചെറിയമ്മയെ ഒലിച്ചതെന്ന് സംശയമുണ്ടായിരുന്നു. എനിക്കും വിശനമ്മാവനും സ്വകാര്യമായി കത്തെഴുതിയ അച്ഛൻ തീർച്ചയായും ചെറിയമ്മയ്ക്കും കത്തെഴുതി വയ്ക്കാതിരിക്കില്ലെന്ന് മനസ്സ് പറഞ്ഞു. പക്ഷേ അതേപ്പറ്റി ചെറിയമ്മ ഒന്നും പറഞ്ഞില്ല. ഒരുപാട് കാലത്തിന് ശേഷം രാത്രി മായക്കുട്ടി എൻ്റെ മുറിയിലാണ് കിടന്നത്. എത്ര കരഞ്ഞിട്ടും മതിയാവാത്ത പോലെ അവൾ ഏങ്ങലടിച്ചു കൊണ്ടിരുന്നു. എന്തിനാ അച്ഛൻ മരിച്ചേ? അമ്മ വഴക്കിട്ടിട്ടാണോ? അവൾ ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ കുഞ്ഞു മനസ്സിന് ബുദ്ധിമുട്ടുള്ളത് പോലെ. ഇവളെ വിട്ടു പോകണമല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ടായിരുന്നു.
ഭാഗ്യത്തിന് അവളുടെ പഠിപ്പിന് ആവശ്യമായ പണം അച്ഛൻ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മുതിർന്നു കഴിഞ്ഞ് ബാങ്ക് അത് കൈകാര്യം ചെയ്യാൻ അവളെ അനുവദിക്കൂ. രാത്രി എപ്പോഴോ മായക്കുട്ടി ഉറങ്ങി. എനിക്ക് ഉറക്കം വന്നില്ല. ചെറിയമ്മ പുറത്തിറങ്ങാതെ എന്ത് ചെയ്യുകയാവും മുറിക്കുള്ളിൽ. 2 ദിവസമായി ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ മുറിയുടെ വാതിൽക്കലോളം ചെന്നു. പക്ഷേ വാതിലിൽ തട്ടാതെ മടങ്ങിപ്പോന്നു. കഥ തുടരും.